Good morning everyone. Welcome to Attendant 24/7 Malayalam channel. എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. Welcome to the Hindu Editorial Analysis of 29th March 2022. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ആദ്യം തന്നെ ഞാൻ 10 മിനിറ്റ് ലേറ്റ് ആണ്. ഐ എം സോ സോറി. ഇച്ചിരി തിരക്കായി പോയി ഇന്ന്, അതുകൊണ്ടാണ് ഇന്ന് വൈകിയത് കേട്ടോ. സോറി. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വെയിറ്റിംഗ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് കറക്റ്റ് ടൈമിൽ വരാം കേട്ടോ. ഇന്നലത്തെ പോലെ ഇനി മുതൽ ഓൺ ടൈം ആയിരിക്കും നമ്മൾ. അപ്പോൾ നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയാം. നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ് നമ്മൾ രാവിലെ 9 മുതൽ 10 ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇന്ന് 10 മിനിറ്റ്സ് ലേറ്റ് ആണ്. അപ്പോൾ എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേസിൽ നമ്മൾ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ് നടത്തും. അതിനുശേഷം നമ്മുടെ സെഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ സാറ്റർഡേസിൽ ഇതിൻ്റെ റിവിഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ലൈക്ക് എ ക്വസ്, വീക്ക്ലി ക്വസ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ സെഷൻ ഇങ്ങനെയായിരിക്കും പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഏതൊക്കെയാണ് ന്യൂസ് വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ്, ന്യൂസ് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് പറയും. ആൻഡ് നമ്മളതിൽ ഡീറ്റെയിൽ ആയിട്ട് അതിലെ ഇഡിയംസ്, വൺ വേർഡ്സ്, അതുപോലെ തന്നെ ഫ്രേസൽ വേർബ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നു. അതിനുശേഷം സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ് എല്ലാം നോക്കും. വൊക്കാബ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നു. അതിനുശേഷം ആർട്ടിക്കിൾ ഓഫ് ദ ഡേ, സെലക്ട് ചെയ്ത ആർട്ടിക്കിൾ ഏതാണോ അത് ഡിസ്കസ് ചെയ്യുന്നു. ടോൺ ഓഫ് ദ ആർട്ടിക്കിൾ, ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് നോക്കി വിടുന്നു ഡീറ്റെയിൽ ആയിട്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റൻ ഹോംവർക്ക് ഉണ്ടാവുമല്ലോ, ഹോംവർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സെഷൻ പോകാം. ആൻഡ് അപ്പോൾ ഇന്ന് നമുക്ക് സെഷൻ നോക്കാം, എങ്ങനെയാണ് പോകുന്നത് നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ആർട്ടിക്കിൾ ആൻഡ് ദി വൊക്കാബ്. ഓക്കെ, നമുക്ക് പോകാം. സോ നമുക്ക് 17% ഡിസ്കൗണ്ട് ഉണ്ട്. ഇന്നലെ ഫ്ലാഷ് സെയിൽ ഉണ്ടായിരുന്നു, നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ അല്ലേ. അപ്പം 17% ഡിസ്കൗണ്ട് കാര്യം മറക്കണ്ട. നമ്മുടെ കോഴ്സിൻ്റെ എൻ്റെ കോഡ് Y314. ഒരുപാട് കോഴ്സുകൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മറക്കാതെ ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ കയറാം. Y314 എന്ന കോഡ് അടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് 17% ഡിസ്കൗണ്ടും ലഭിക്കും. നമ്മുടെ ESIC SSO, നമ്മുടെ ESIC UDCയുടെ MTSൻ്റെയും നമ്മൾ ക്രാഷ് കോഴ്സുകൾ കൊടുത്തിരുന്നു. അതുകൂടാതെ ഇപ്പോൾ പ്രിലിംസിന് വേണ്ടിയിട്ട് ESIC SSOൻ്റെ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ്. ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ 3 ദിവസം 3 ക്ലാസ്സുകളാണ് പോകുന്നത്. May 25th വരെ അങ്ങനെയാണ് നമ്മളിപ്പോൾ പ്ലാൻ ഇട്ടേക്കുന്നത്. സോ April 7th നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ SSO സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസർ എക്സാമിന് നമുക്ക് പ്രിലിംസിന് 3 സബ്ജക്ട്സ് കൈകാര്യം ചെയ്താൽ മതി. മാത്സ്, അതുപോലെ തന്നെ നമ്മുടെ റീസണിങ് ആൻഡ് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് 30 മാർക്കിന് ക്വസ്റ്റൻസ്, റീസണിങ്ങിൽ നിന്ന് 35 മാർക്സ് ആൻഡ് മാത്സിൽ നിന്ന് 35 മാർക്സ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 100 മാർക്സിൻ്റെ പ്രിലിംസ്. അപ്പോൾ പ്രിലിംസിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. നല്ല ഇതാണ്. ഏതൊരു ഡിഗ്രി മതി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ. 12th വരെ സമയമുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അതുകൂടാതെ RRCയുടെ ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. April 12 നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കും. ഇന്നലെ സൂം ഇവൻറ്റ് നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇവിടെ 3 ക്ലാസ്സുകളാണ് പോകുന്നത്. 9 o'clock ഒരു ക്ലാസ്, 11:30 ഒരു ക്ലാസ്, പിന്നെ രാത്രി 9 PM ഒരു ക്ലാസ്, അങ്ങനെ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കോട്ട്. ഇന്നത്തെ കോട്ട് ഇതാണ്: നോട്ട് ഓൾ സ്റ്റോംസ് കം ടു ഡിസ്റപ്റ്റ് യുവർ ലൈഫ്, സം കം ടു ക്ലിയർ യുവർ പാത്ത്. നമുക്കറിയാം ലൈഫിൽ ഒരുപാട് കൊടുങ്കാറ്റടിക്കാറുണ്ട്. ലൈഫിൽ ഒരുപാട് സ്റ്റോംസ് വരാറുണ്ട്, ഒരുപാട് ഡിഫിക്കൽട്ടീസ് വരാറുണ്ട്. ഇപ്പോൾ സ്റ്റോംസ് എന്ന് പറയുമ്പോൾ ഓർത്താൽ മതി, നമ്മുടെ ലൈഫിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് വരാറുണ്ട്. ഇപ്പോൾ പാൻഡമിക് എടുത്തോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ റിസഷൻ പീരീഡ് എടുത്തോ, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ലൈഫിൽ എന്തും എടുത്തോ, നമ്മുടെ ലൈഫിൽ വരുന്ന ഏതെങ്കിലും ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം ഇൻ അവർ ലൈഫ് എപ്പോഴും നമ്മളെ ഡിസ്റപ്റ്റ് ചെയ്യാനോ നമുക്കൊരു ഇൻട്രപ്ഷൻ തരാൻ വേണ്ടിയോ ബ്രേക്ക് തരാൻ വേണ്ടി വരുന്നൊന്നുമല്ല, നമ്മളങ്ങ് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വരുന്നതായിരിക്കില്ല. മേ ബി ചില സമയങ്ങളിൽ വരുന്നത് ടു ക്ലിയർ അവർ പാത്ത്, നമ്മുടെ പാത ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കാം. സോ ആ ഒരു പോസിറ്റീവ് നോട്ടിൽ നമുക്ക് കാണാം. ലൈഫിലെ ഡിഫിക്കൽട്ടീസിനൊക്കെ പോസിറ്റീവ് നോട്ടിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റട്ടെ. അതാണ് ഇന്നത്തെ കോട്ട്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ് ഇൻ എ വെരി പോസിറ്റീവ് വേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് 2 ആർട്ടിക്കിളാണുള്ളത്. ഒന്ന് നമ്മുടെ ഓസ്കാർ, അല്ലേ, നമ്മുടെ ഓസ്കർ നോമിനേഷൻസും ഓസ്കർ ലിസ്റ്റിനെ പറ്റി വന്നിട്ടുണ്ട് ആർട്ടിക്കിൾ. ആൻഡ് നിങ്ങളെല്ലാവരും വായിച്ചു കാണുമായിരിക്കും അതിനെപ്പറ്റി ആർട്ടിക്കിളൊന്നുണ്ട്. കൂടാതെ 2ാമത്തെ ആർട്ടിക്കിളും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. നമ്മുടെ പാകിസ്ഥാനിലെ നിങ്ങൾക്കറിയാം, പാകിസ്ഥാനിലെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു ഇതറിയാം അല്ലേ. പാകിസ്ഥാനിലെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പ്രൈം മിനിസ്റ്ററും ടെന്യൂർ കംപ്ലീറ്റ് ചെയ്യാൻ അവിടെ സാധിക്കാറില്ല. എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയാണ്. അപ്പം ഈ പറയുന്ന നോ ട്രസ്റ്റ് വോട്ട്, അല്ലെ, നോ കോൺഫിഡൻസ് വോട്ട് അല്ലെങ്കിൽ നോ ട്രസ്റ്റ് വോട്ടിൻ്റെ കാര്യങ്ങളെ പറ്റിയും ആർമിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റുമായിട്ട് എന്തെങ്കിലും ചകടാപോട്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ളവർക്ക് നിലനിൽപ്പില്ല. അപ്പം അതിനെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് നോ കോൺഫിഡൻസ്. യെസ്, അത് തന്നെ. അപ്പം അത് നമുക്കറിയാം പൊളിറ്റിക്കൽ ആണ് ആൻഡ് പാകിസ്ഥാൻ റിലേറ്റഡ് ആണ്. ബട്ട് ഓസ്കർ ആണ് നമ്മൾ ഓസ്കർ നോമിനേഷനെ പറ്റിയും ഓസ്കറിനെ പറ്റിയുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഓസ്കർ ഇറ്റ് കംസ് അണ്ടർ അവാർഡ്സ്. നിങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. GA ഒരുപാട് ക്വസ്റ്റൻസ് നിങ്ങൾക്ക്
സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിൾ ആയിരിക്കും ഇന്നത്തെ ആർട്ടിക്കിൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ആർട്ടിക്കിളിലോട്ട് പോകാം. ആൻഡ് അതിന് കൂടാതെ നമുക്ക് വന്നിരിക്കുന്ന ഫ്രേസസ്, ഇഡിയംസ്, അതുപോലെ വേർഡ്സിലോട്ടൊക്കെ നമുക്ക് പോകട്ടോ. അപ്പോൾ ഇന്ന് ഒരുപാട് ഫ്രേസൽ വേർബ്സ് ഉണ്ട്, ഒരുപാട് ഇഡിയംസ് ആൻഡ് ഫ്രേസൽ വേർബ്സ് ഉണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ് ഫസ്റ്റ്. അപ്പോൾ അത് നോക്കാം. ആദ്യത്തെ നോക്കി, ഇഡിയം നോക്കി, ബി ഇൻ എവിഡൻസ്. അപ്പോൾ ബി ഇൻ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? എവിഡൻ്റ് ആണ്. ഇറ്റ് ക്യാൻ ബി സീൻ, ഇറ്റ് ക്യാൻ ബി, ഇറ്റ് ഈസ് പ്രസന്റ്, ഓർ ഇറ്റ് ക്യാൻ ബി ക്ലിയർലി സീൻ. നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇറ്റ് ഈസ് എവിഡൻറ്റ്, എവിഡൻ്റ് ആണ്, അത് ക്ലിയർ ആണ്, അത് കാണാൻ പറ്റും, അത് നമുക്ക് നമ്മുടെ കൺമുൻപിൽ തന്നെ ഇറ്റ് ഈസ് പ്രസന്റ് എന്നൊരു അവസ്ഥയാണെങ്കിൽ യു ക്യാൻ സേ ദ ഇഡിയം ഓർ ദ എക്സ്പ്രഷൻ ബി ഇൻ എവിഡൻസ് എന്ന് പറയാം. ഓക്കെ, ബി ഇൻ എവിഡൻസ്. ഓൾ റൈറ്റ്. അപ്പം അടുത്ത ബി ഇൻ എവിഡൻസ്, ഇന്നത്തെ ടൈറ്റിലെ ബി ഇൻ എവിഡൻസ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ടൈറ്റിൽ ഐ മീൻ സബ് ടൈറ്റിൽ ഐ മീൻ സബ് ഹെഡിങ് വന്നിരിക്കുന്നത് കേട്ടോ. അടുത്ത സ്വീപ്പ് ഓഫ് ദ ടേബിൾ. നിങ്ങൾക്ക് ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാലും ഓഫ് ദ ടേബിൾ എന്ന് പറഞ്ഞാലും രണ്ടും രണ്ട് ഇഡിയമാണ്. ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇസ് അവൈലബിൾ ഫോർ ഡിസ്കഷൻ. ഓഫ് ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോ ലോങ്ങർ അവൈലബിൾ ഫോർ ഡിസ്കഷൻ. ഇനി അങ്ങനെ ഒരു അവൈലബിലിറ്റി അതിനില്ല. നേരത്തെ അത് അവൈലബിൾ ആയിരുന്നു ബിക്കോസ് ഇറ്റ് വാസ് ഓൺ ദ ടേബിൾ, ബട്ട് ഇറ്റ് ഈസ് ഓഫ് ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവൈലബിൾ അല്ല എന്നൊരർത്ഥമാണ്. അപ്പോൾ പക്ഷേ അത് രണ്ടിൻ്റെ മീനിങ്ങുമായിട്ട് ഒരു ബന്ധമില്ല. സ്വീപ്പ് ഓഫ് ദ ടേബിൾ എന്ന് പറഞ്ഞാൽ, സ്വീപ്പ് ഓഫ് ദ ടേബിൾ എന്ന് പറഞ്ഞാൽ മൊത്തം വിൻ ചെയ്തു, വിൻ എവ്രിതിങ്, എല്ലാം വിൻ ചെയ്തു, അല്ലെങ്കിൽ ബീറ്റ് ഓൾ ദ കോമ്പറ്റീറ്റേഴ്സ് എന്നാണ് സ്വീപ്പ് ഓഫ് ദ ടേബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഓസ്കറിനെ പറ്റി പറയുമ്പോൾ ഒരു മൂവിയെ പറ്റി പറയും. ആ മൂവിയിൽ നമ്മൾ കൃത്യമായിട്ടും ഒരുപാട് അവാർഡ്സ് എടുത്തു, മറ്റ് കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് എല്ലാ അവാർഡ്സും കൈക്കലാക്കുക എന്ന് പറയില്ല, അതാണ് സ്വീപ്പ് ഓൾ ഓഫ് ദ ടേബിൾ, തൂത്തുവാരി എന്ന് നമ്മൾ പറയില്ലേ, ആ സംഭവം. മലയാളത്തിലൊക്കെ പറഞ്ഞാൽ സെയിം വേ. സ്വീപ്പ് ഓഫ് ദ ടേബിൾ മീൻസ് ബീറ്റ് ഓൾ ദ കോമ്പറ്റീറ്റേഴ്സ് ഓർ വിൻ എവ്രിതിങ്, എല്ലാം ജയിച്ചു എന്നുള്ള രീതിയിൽ. വിൻ ഓൾ ഓർ വിൻ എവ്രിതിങ് എന്നൊക്കെ നമുക്ക് പറയാം അതിന്. ഓക്കെ, അടുത്താണ് ഗോ ഓൺ. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രേസൽ വേർബാണ്. ഗോ ഓൺ മീൻസ് കണ്ടിന്യൂ അല്ലെ, അവർ പെർസിവിയർ എന്നുള്ള അർത്ഥമാണ് ഗോ ഓൺ. ഓർത്ത് വെച്ചാൽ മതി. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ, യു നോ അല്ലെ. ഗോ ഓൺ, പറയൂ, നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ, കണ്ടിന്യൂ എന്ന് പറയില്ല. ഗോ ഓൺ വിത്ത് യുവർ വർക്ക്. ഗോ ഓൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കണ്ടിന്യൂ ചെയ്തോ, നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ എന്നൊരർത്ഥമാണ് അല്ലേ. സോ അതാണ് ഗോ ഓൺ എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്ത വാക്ക് ഈസ് ടേൺ അപ്പ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നേരത്തെ. ടേൺ അപ്പിന് രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന്, ടേൺ അപ്പ് ലിറ്ററലി നമ്മൾ ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് യു ടേൺഡ് അപ്പ്, നീ വന്നല്ലേ, നീ വന്നു, അറൈവ് ചെയ്യാം, വരിക അല്ലേ, അതിന് ടേൺ അപ്പ് എന്ന് പറയും ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്ന് വെച്ചാൽ ഈ ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ബൈ ചാൻസ്, ആക്സിഡൻ്റലി അല്ലെങ്കിൽ ബൈ ചാൻസ് ഒരു കാര്യം, നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കണ്ടുകിട്ടുക, ബി ഫൗണ്ട്, കണ്ടുകിട്ടുക, അതിനെയാണ് നമ്മൾ ടേൺ അപ്പ്. രണ്ട് രീതി പറയുന്നു. ഒന്ന്, ഒരാൾ വരുന്നു അല്ലെ, അറൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ടേൺ അപ്പ് എന്ന് പറയും. യു ടേൺഡ് അപ്പ്, ഹി ടേൺഡ് അപ്പ് അറ്റ് ദ പാർട്ടി, അവൻ്റെ പാർട്ടിക്ക് വന്നായിരുന്നു കേട്ടോ എന്ന് പറയും. അല്ലെങ്കിൽ ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ മൈ വാച്ച് ടേൺഡ് അപ്പ് ആഫ്റ്റർ 2 days എന്നൊക്കെ പറഞ്ഞാൽ ഐ ഫൗണ്ട് മൈ വാച്ച് ആക്സിഡൻ്റലി വൈൽ ഐ വാസ് ക്ലീനിങ് മൈ റൂം ഓർ സംതിങ്, എന്തോ ആയിക്കോട്ടെ, കിട്ടി, 2 ദിവസത്തിന് ശേഷം എനിക്ക് കിട്ടി, ടേൺ അപ്പ്, ഐ ഫൗണ്ട് ഇറ്റ്, ഇറ്റ് ഈസ് ഫൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടെത്തി, കണ്ടുപിടിക്കാൻ പറ്റി വീണ്ടും അല്ലേ, അത്. അടുത്തത് കം ടു ടേംസ് വിത്ത്. ഇത് നിങ്ങൾ കേട്ട് പരിചയമുള്ളതായിരിക്കും. ടേംസിൽ വരിക, നമ്മൾ മലയാളത്തിലൊക്കെ പറയുന്ന യൂസേജാണ്, ഡെയിലി യൂസേജ് ആണിത്. കം ടു ടേംസ് വിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു കാര്യം, ഒരു വളരെ എസ്പെഷ്യലി ഡിഫിക്കൽട്ട് ആയ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അൺപ്ലസന്റ് സിറ്റുവേഷൻ, ലൈഫിൽ ഒരു അൺപ്ലസന്റ് സിറ്റുവേഷൻ ഉണ്ട്, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അംഗീകരിക്കുന്നു. ഇങ്ങനെയാണ് പ്രശ്നം എന്നാ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്നതാണ് കം ടു ടേംസ് വിത്ത്. കം ടു ടേംസ് വിത്ത് സംബഡി എന്ന് പറഞ്ഞാലും സംതിങ് എന്ന് പറഞ്ഞാലും ഓർത്താൽ മതി, അൺപ്ലസന്റ് ആയ ഒരു കാര്യമാണ്. ഇപ്പോൾ കം ടു ടേംസ് വിത്ത് സംബഡി എന്ന് അല്ലെങ്കിൽ ഒരു സമ്മൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മൾ എന്തെങ്കിലും അൺപ്ലസന്റ് ആയ ഒരു എതിർപ്പിലായിരിക്കും, ഡിസഗ്രിമെന്റിലായിരിക്കാം. അവരോട് എന്തെങ്കിലും വരുവാണ്, നമ്മൾ ഫ്രണ്ട്ലി റിലേഷനിൽ വരുന്നതിനാണ് കം ടു ടേംസ്. റീകൺസൈൽ വിത്ത് സം പേഴ്സൺ എന്നൊക്കെ പറയും. അതാണ് ഈ പറയും സംവൺ, അതാണ് കം ടു ടേം വിത്ത് എ പേഴ്സൺ. എന്നാൽ കം ടു ടേം വിത്ത് സംതിങ്, ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തോട് നമ്മൾ ടേംസിലാവുക എന്ന് പറഞ്ഞാൽ യു ആർ അക്സെപ്റ്റിംഗ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ റിക്കൺസൈൽ വൺ സെൽഫ് ടു, ഇങ്ങനെയാണ് അവസ്ഥ, എൻ്റെ അവസ്ഥ ഇതാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ അതിനോട് അക്സെപ്റ്റ് ചെയ്ത് പൊരുത്തപ്പെട്ട് പോകുന്നതിനെ നമ്മൾ പറയും കം ടു ടേംസ് വിത്ത്. ഇങ്ങനെ ഒരു അർത്ഥവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. റിക്കൺസൈൽ വൺ സെൽഫ് ടു, ഒരു കാര്യത്തോട് നമ്മളെ തന്നെ പൊരുത്തപ്പെടുത്തി എടുക്കുന്നതിനെ റിക്കൺസൈൽ വൺ സെൽഫ് ടു, അതിനാണ് കം ടു ടേംസ് വിത്ത്. അപ്പോൾ ഇത് മുമ്പ് ഒരു ഫ്രേസൽ എക്സ്പ്രഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് അക്സെപ്റ്റ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എസ്പെഷ്യലി കേട്ടോ, ഓർക്കാം. അടുത്ത വാക്ക് നോക്കാം. കോഡല്ല, കോഡ, CODA, കോഡ. സൈൻ ലാംഗ്വേജിന്റെ മൂവിയാണ്, കണ്ടിരുന്നോ?
Koda emerges a winner. Koda emerges a winner of best film by sweeping off the table. Yes. Koda കണ്ടിട്ടുണ്ടോ? നല്ല മൂവിയാണ് കേട്ടോ, കണ്ടു നോക്കണം, കാണാത്തൊരു കാണണം കേട്ടോ, അടിപൊളി മൂവിയാണ്. നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും, അങ്ങനത്തെ ഒരു മൂവിയാണ്, നല്ല മൂവിയാണ്. ഓക്കെ, ആൻഡ് ഫീൽ ഗുഡ് മൂവി ആസ് വെൽ, അതാണ് ഏറ്റവും വലിയൊരു ഗുണം. അപ്പോൾ നെക്സ്റ്റ് വൺ ഇസ് സെറ്റ് ദ ടോൺ. രണ്ട് ലൈഫ്, രണ്ട് തരത്തിലുള്ള ലൈഫ്. നമുക്ക് സംസാരിക്കാനും കേൾക്കാനും പറ്റാത്ത ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂവിലും മൂവി കാണിക്കുന്നുണ്ട്. അതേപോലെ സംസാരിക്കാൻ പറ്റുന്നവർ ഈ സംസാരിക്കാൻ പറ്റാത്തവരുടെയും കേൾക്കാൻ പറ്റാത്തവരുടെയും അങ്ങനെ ഒരു ഫാമിലിയുടെ കഥയാണ് അതിൽ പറയുന്ന ഒരു കാര്യമാണ്. നല്ല രസമാണ്, അത് പ്രസന്റ് ചെയ്തേക്കുന്ന രീതി വളരെ രസമാണ്, കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത് സെറ്റ് ദ ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്റ്റാബ്ലിഷ് എ പെർട്ടിക്കുലർ മൂഡ്. സംതിങ് സെറ്റ് ദ ടോൺ ഫോർ സംതിങ്, അല്ലെ, ഒരു കാര്യം മറ്റൊരു കാര്യത്തിന് ടോൺ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ആയിട്ടൊരു മൂഡ് ക്രിയേറ്റ് ചെയ്തു, ഒരു സംഭവം ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ പറയുന്നത് സെറ്റ് ദ ടോൺ എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ ഫ്രേസൽ എക്സ്പ്രഷൻ, ഒരു ഇഡിയമാണ്, അല്ലെങ്കിൽ ഒരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ഫ്രേസൽ എക്സ്പ്രഷൻ ആണ്, ഓർത്ത് വെച്ചാൽ മതി. സെറ്റ് ദ ടോൺ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് എ പെർട്ടിക്കുലർ മൂഡ് എന്നാണ് സെറ്റ് ദ ടോൺ എന്ന വാക്കിന്റെ അർത്ഥം, ഫ്രേസിന്റെ അർത്ഥം. അടുത്ത് നോക്കിയേ, ഗോ കോൾഡ് ഓൺ സംബഡി. ഗോ കോൾഡ്, അതായത് നമ്മൾ ഒരാളോട് വളരെ കോൾഡ് ആയിട്ട് ബിഹേവ് ചെയ്യുമെന്ന് പറയില്ലേ. ഗോ കോൾഡ് വെച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രേസ് കാണാമേ. ഇവിടെ നമ്മൾ ഈ ഗോ കോൾഡ് ഓൺ സംതിങ്, നമുക്ക് സംബഡി എന്ന് മാത്രം ഓർത്താൽ മതി കേട്ടോ. ഗോ കോൾഡ് ഓൺ സമ്മൺ അല്ലെങ്കിൽ സംബഡി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, നോട്ട് ടു ടോക്ക് ഓർ ഡെസ്പൈസ് സമ്മൺ. ആരോടും നമ്മൾ ആളോട് നമ്മൾ സംസാരിക്കാറില്ല. ഇപ്പം ഗോ കോൾഡ് ഓൺ സമ്മൺ എന്ന് പറഞ്ഞാൽ ഇപ്പം അവരോട് മിണ്ടാറൊന്നുമില്ല, ആകെപ്പാടെ ഒരു എന്താ പറയാ, ഒരു തണുപ്പം മട്ടാണ്, നമ്മൾ മലയാളത്തിൽ പറയാമല്ലോ തണുപ്പം മട്ടാണ്, അതിനാണ് നമ്മൾ എന്താ പറയുക, ഗോ കോൾഡ് ഓൺ സമ്മൺ എന്ന് പറയാം. അതായത് വി ആർ നോ ലോങ്ങർ ടോക്കിംഗ് ടു ദാറ്റ് പേഴ്സൺ, അതാണ് അർത്ഥം. അല്ലെങ്കിൽ ഡെസ്പൈസ് സമ്മൺ. ഡെസ്പൈസ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, വളരെ ഹെയ്റ്റ് ആണ്, ഒരാളോട് നമുക്ക് ഒരു നമ്മൾ ഹെയ്റ്റ് ഡിസ്ലൈക്ക് പ്രകടിപ്പിക്കുകയാണ്. ഡെസ്പൈസ് എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ് സമ്മൺ ഓർ എന്താണ്, ഷോ യുവർ ഹെയ്റ്റ് ഓർ ഡിസ്ലൈക്ക് ടുവേർഡ് സമ്മൺ. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഡെസ്പൈസ് ചെയ്യാന്ന് പറയുക, ഡിസ്ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഹെയ്റ്റ് ചെയ്യുക, അതാണ് ഡിസ്പൈസ് ചെയ്യാന്ന് പറയുക. അപ്പോൾ ഗോ കോൾഡ് ഓൺ സംബഡി അല്ലെങ്കിൽ സമ്മൺ എന്ന് പറഞ്ഞാൽ നോട്ട് ടു ടോക്ക് ടു സമ്മൺ ഓർ ഡെസ്പൈസ് സമ്മൺ, ഇഷ്ടപ്പെടാതിരിക്കുക, അതിനാണ് ഗോ കോൾഡ് ഓൺ സമ്മൺ. അടുത്തത് കം ടു എ ഹോൾട്ട്. കേട്ടിട്ടുണ്ടാവായിരിക്കും കം ടു ഹോൾട്ട് എന്ന് പറഞ്ഞാൽ. കം ടു ഹോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾട്ട് ചെയ്യുന്ന പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക അല്ലേ, ഹോൾട്ട് എന്ന സ്റ്റോപ്പാണ്. ടു കം ടു ഹോൾട്ട് എന്ന് പറഞ്ഞാൽ നോ ലോങ്ങർ മൂവ് ഓർ ഹാപ്പൻ, മുന്നോട്ട് പോവില്ല, അത് ഇനി മൂവ്മെന്റ് ഒന്നും നടക്കില്ല, അല്ലെങ്കിൽ അത് കാര്യം നടക്കില്ല, ഇറ്റ് നോ ലോങ്ങർ ഹാപ്പൻസ്, അത് നടക്കുന്ന കാര്യമില്ല എങ്കിൽ കം ടു ഹോൾട്ട്. ഇനി നടക്കില്ല, മൂവ്മെന്റ് ഇല്ല, അവിടെ സ്റ്റക്കായി, ദാറ്റ് ഇസ് കം ടു എ ഹോൾട്ട് കേട്ടോ. കം ടു ഹോൾട്ട് മീൻസ് നോ ലോങ്ങർ മൂവ് ഓർ ഹാപ്പൻ എന്നാണ് അർത്ഥം, മറന്നുകൊണ്ട് കേട്ടോ. അപ്പം കുറച്ചധികം ഇഡിയംസും ഫ്രേസസും ഉണ്ട്, ശ്രദ്ധിച്ചോളൂ. ബി ഇൻ എവിഡൻസ്, സ്വീപ്പ് ഓഫ് ദ ടേബിൾ, ഗോ ഓൺ, ടേൺ അപ്പ്, come to terms with, set the tone, go cold on somebody, come to a halt. ഇങ്ങനെ 8 എണ്ണം ഉണ്ട്, ഓർത്ത് വെച്ചോളാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്ന ഇതുമാണ്. ഇതെല്ലാം നിങ്ങൾ കേട്ട് പരിചയമുള്ള, അവിടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കേട്ട് പരിചയമുള്ള വാക്കുകളായിരിക്കും. എഡിറ്റോറിയൽ മേ ബി നമ്മളൊന്ന് ആദ്യത്തെ തവണയൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, ബട്ട് ഇതൊക്കെ നിങ്ങൾ കേട്ട് പരിചയമുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുള്ള ഫ്രേസൽ എക്സ്പ്രഷൻസ് ആയിരിക്കും, ഫ്രേസൽ വേർബ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇഡിയംസ് ആയിരിക്കും അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പരിചിതമായിട്ടുള്ള കുറച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ടേൺ അപ്പ്, ഗോ ഓൺ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊന്നും അത്ര കാര്യമായിട്ട് നമുക്ക് നമ്മുടെ എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത വാക്കാണ്. ഇതാണ് എഡിറ്റോറിയൽ നിന്ന് വന്നേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ സിനോണിംസ് ആന്റോണിംസിലോട്ടൊക്കെ പോകാം, ആൻഡ് ടു ദി റിലേറ്റഡ് വേർഡ്സ് പോവാം. സോ ഫസ്റ്റ് വൺ ഇസ്, ആദ്യത്തെ വേർഡ് ഇതാണ്. അടുത്ത വേർഡിന് മുമ്പ് ലെറ്റ്സ് സീ, നമുക്ക് സിനോണിമിലോട്ട് പോകുന്നതിന് മുമ്പ് ലെറ്റ് മീ റീഡ് യുവർ സെന്റൻസസ്. ഓക്കെ, majority of voters, even the new one, turned up for the legislative assembly election in the 5 states. Right. We, the common people, bearing the brunt of the nationwide lockdown by coming in terms with the present scenario. That's great. Bearing the brunt. ഓർമ്മയുണ്ടല്ലേ പണ്ടത്തെ നമ്മുടെ? Yes. During school days, we swept off the many prizes പറയില്ല കേട്ടോ ചിപ്പി, ഇങ്ങനെ പറഞ്ഞ during school days, she swept off many prizes in youth festivals എന്ന് പറഞ്ഞു. എങ്ങനെ കൊടുക്കാം? യൂത്ത് ഫെസ്റ്റിവൽ ടേബിൾ എന്ന് പറയരുത്. ഡ്യൂറിങ് സ്കൂൾ ഡേയ്സ് ഷീ സ്വെപ്റ്റ് ഓഫ് ദ ടേബിൾ മെനി പ്രൈസസ് ഇൻ യൂത്ത് ഫെസ്റ്റിവൽസ്, അങ്ങനെ കൊടുക്കാം. ഷീ സ്വെപ്റ്റ് ഓഫ് ദ ടേബിൾ, ഒറ്റ ഫ്രേസ് അത്, സ്വെപ്റ്റ് ഓഫ് ദ ടേബിൾ മെനി പ്രൈസസ് ഇൻ യൂത്ത് ഫെസ്റ്റിവൽസ് കേട്ടോ. ഇപ്പം ശ്രദ്ധിക്കണേ. മൈ വാലറ്റ് വാസ് ടേൺഡ് അപ്പ്, വാസ് ടേൺ അപ്പ് അല്ല, ടേൺഡ് അപ്പ്. നീതു, ടേൺ എന്ന് പറയുന്നതിന്റെ V3 എന്താ? V2 V3 എന്താ? ടേൺഡ് അല്ലേ. അപ്പം നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുമ്പോൾ അതിൽ V1 V2 അല്ലേ, V1
V3 V2 അല്ലേ മറക്കണ്ടത് ഉപയോഗിക്കണ്ടേ വാസ് ടേൺഡ് അപ്പ് അല്ലേ എന്നല്ലേ പറയണ്ടേ മൈ വാലറ്റ് വാസ് ടേൺഡ് അപ്പ് ബൈ മൈ ഫ്രണ്ട് അല്ലേ മൈ വാലറ്റ് വാസ് ടേൺഡ് അപ്പ് ബൈ മൈ ഫ്രണ്ട് അറ്റ് ഹെർ ഹോം ഓക്കെ അങ്ങനെ കൊടുക്കാം മെൻഡോ സെറ്റ് ദി ടോൺ ടു ഫേസ് എക്സാം ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് ടു സ്വീപ്പ് ഓഫ് ദ ടേബിൾ മെൻഡോ സെറ്റ്സ് ആയിരിക്കും പ്രസന്റ് ടെൻസിലല്ലേ ഇത് രണ്ടും പറയുന്നത് കാരണം ഇറ്റ് വിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും ടു സ്വീപ്പ് ഓഫ് ദ ടേബിൾ അല്ലേ അപ്പൊ എന്ത് പറയണം മെൻഡോ സെറ്റ്സ് ദ ടേബിൾ മെൻഡോ സെറ്റ്സ് ദ ടേബിൾ ടു ഫേസ് എക്സാം ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് ടു സ്വീപ്പ് ഓഫ് ദ ടേബിൾ ഓക്കെ അങ്ങനെ പറയാം ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പും വേണ്ട രണ്ടും സെയിം ടെൻസ് കൊടുക്കുക കാരണം ആൻഡ് അല്ലേ അപ്പൊ ഇങ്ങനെ കൊടുക്കുക മെൻറ്റർ വിൽ സെറ്റ് രണ്ടും ഫ്യൂച്ചറിൽ കൊടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ രണ്ടും പ്രസന്റ് ടെൻസിൽ കൊടുത്താലും കുഴപ്പമില്ല പാർവതി ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ മെൻറ്റർ സെറ്റ്സ് ദ ടേബിൾ ടോൺ ഓഫ് ദ ഫേസ് to face exam and it helps to sweep off the table കൊടുക്കാം അല്ലെങ്കിൽ മെൻറ്റർ വിൽ സെറ്റ് ദ ടേബിൾ മൊത്തം കൊടുത്താൽ മതി സെറ്റ് ദ ടോൺ സുപ്രീം കോർട്ട് verdict regarding this silver line quagmire that's running that apostrophe that is running കേട്ടോ അനി that is apostrophe കൊടുക്കാൻ മറക്കണ്ട that is running the Kerala government citizens haywire gave grinding halt to the citizens valid demand yes you should go on with your studies great that's great അടുത്തത് അപ്പൊ നമ്മുടെ സിനോണിംസിലോട്ട് വരാം ടോക്സിക് നിങ്ങൾക്കറിയാം ടോക്സിക് എന്ന് ടോക്സിക് ആണ് എന്ന് പറഞ്ഞ അർത്ഥം ഇറ്റ്സ് പോയ്സണസ് അത് പോയ്സണസ് ആണ് എന്നാണ് അർത്ഥം ടോക്സിക് അല്ലേ അപ്പോൾ പോയ്സണസ് അല്ലെങ്കിൽ വെനമസ് അല്ലെങ്കിൽ നോക്ഷ്യസ് എന്ന് പറഞ്ഞാലും ഹാംഫുൾ ആണ് എന്താണ് പോയ്സണസ് ആണ് എന്നാണ് അർത്ഥം നോക്ഷ്യസും ഹാംഫുൾ ഇതൊക്കെ ഒരേ മീനിങ് ആണ് ഓർത്തോണേ ടോക്സിക് മീൻസ് പോയ്സണസ് വെനമസ് നോക്ഷ്യസ് ഹാംഫുൾ എന്നൊക്കെ അടുത്ത വാക്ക് ഈസ് ഒവേഷൻ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ഇന്നും കിട്ടിയിട്ടുള്ളത് ഇതാണ് സ്റ്റാൻഡിങ് ഒവേഷൻ കിട്ടി സ്റ്റാൻഡിങ് ഒവേഷൻ മീൻസ് എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ചു അതിനാണ് ഒവേഷൻ മീൻസ് അപ്ലോസ് ക്ലാപ്പിംഗ് ചിയറിംഗ് അതിനാണ് ഒവേഷൻ എന്ന് പറയുക അപ്പൊ സ്റ്റാൻഡിങ് ഒവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും യുനാനിമസ്ലി എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിക്കുമ്പോൾ നമ്മൾ പറയും ഹി ഗോട്ട് എ സ്റ്റാൻഡിങ് ഒവേഷൻ ഫോർ ദ പെർഫോമൻസ് എന്നൊക്കെ പറയില്ലേ ദാറ്റ്സ് ഇറ്റ് ഒവേഷൻ അപ്ലോസ് കൈയടി ക്ലാപ്പിംഗ് ഓർ ചിയറിംഗ് അടുത്തത് ഓൾട്ടർക്കേഷൻ ഓർത്തോണേ ഓൾട്ടർക്കേഷൻ എന്ന് പറയുന്ന ഓൾട്ടറേഷൻ അങ്ങനെ ഒരുപാട് കൺഫ്യൂസിങ് വേർഡ്സ് അടങ്ങുന്ന ഒരു വാക്കാണ് ഓൾട്ടർക്കേഷൻ ഇസ് നെഗറ്റീവ് വേർഡ് നെഗറ്റീവ് നൗൺ ആണ് ഓൾട്ടർക്കേഷൻ മീൻസ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ക്വാറൽ സ്ക്വാബിൾ ഫൈറ്റ് അതിനെയാണ് ഓൾട്ടർക്കേഷൻ എന്ന് പറയും ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡ്ജസ്റ്റ്മെന്റ് മോഡിഫിക്കേഷൻ എന്നാണ് ഓൾട്ടറേഷൻ എന്നർത്ഥം അല്ലെ ഓൾട്ടറേഷൻ കേട്ടിട്ടുണ്ടാവായിരിക്കും ഓൾട്ടറേഷൻ ഇതെല്ലാം കൺഫ്യൂസിങ് വേർഡ്സിൽ പെടുന്നു ഓൾട്ടറേഷൻ അഡ്ജസ്റ്റ്മെന്റ് മോഡിഫിക്കേഷൻ നൗൺ തന്നെ TION അല്ലേ അപ്പോൾ മോഡിഫിക്കേഷൻ അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ പറയും ഒരു കാര്യം നമ്മളൊരു ചേഞ്ച് വരുത്തുന്നതിന് മോഡിഫിക്കേഷൻ വരുത്തുന്നതിന് നമ്മൾ എന്ത് പറയും ഓൾട്ടറേഷൻ അല്ലേ ഡ്രസ്സ് ഓൾട്ടറേഷൻ കൊടുത്തേക്കുക എന്നൊക്കെ പറയില്ലേ അല്ല എന്തായി കല്യാണത്തിന്റെ ഡ്രസ്സൊക്കെ സെറ്റായോ നമ്മൾ ബ്രൈഡിനോട് ഗ്രൂമിനോടൊക്കെ ചോദിക്കും അപ്പോൾ ഉണ്ട് ഓൾട്ടറേഷൻ കുറച്ച് ഓൾട്ടർ ചെയ്യാനുണ്ടോ ഒൾട്ടറേഷൻ കൊടുത്തേക്കുവാണ് എന്ന് പറയാറുണ്ടല്ലേ അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ ഓൾട്ടറേഷൻ എന്ന് പറയാം ഓർത്ത് വെച്ചോണേ ഓൾട്ടറേഷൻ എന്നാ ഓൾട്ടർക്കേഷൻ മീൻസ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ക്വാറൽ അല്ലെങ്കിൽ സ്ക്വാബിൾ എന്നുള്ളത് വേറൊരു വാക്കുകൂടെ ഉണ്ട് കൺഫ്യൂഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുകൂടെ ഉണ്ട് അതുകൂടി ഇവിടെ എഴുതിയേക്കാം ഓൾട്ടർനേഷൻ ഇതെല്ലാം അടുപ്പിച്ച് വരുന്നതാണ് ഓർത്തോണം ഓൾട്ടർക്കേഷൻ ഓൾട്ടർനേഷൻ ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞാലും നൗൺ തന്നെയാണ് മീനിങ് പക്ഷെ എന്താണെന്ന് അറിയാം ഓൾട്ടർനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കാം ഒന്നിടവിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നടക്കുകയാണ് ഓൾട്ടർനേഷൻ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേഷനിൽ നടക്കും അതായത് ഇപ്പോൾ ഇന്ന് നടന്നിട്ടുണ്ടെങ്കിൽ നാളെ ഉണ്ടാവില്ല മറ്റന്നാളായിരിക്കും അപ്പോൾ രണ്ട് ഒക്കറൻസ് നമ്മൾ സംഭവം ശരിക്കും പറഞ്ഞാൽ റിപ്പീറ്റഡ് ഒക്കറൻസ് ആണ് രണ്ട് കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്നു ഇൻ ടേൺ ഒന്ന് ദിവസം ഇന്ന് ഇതാണ് നടക്കുന്നതെങ്കിൽ നാളെ വേറെ ആയിരിക്കും അങ്ങനെ മനസ്സിലായി ഓൾട്ടർനേഷൻ എന്ന് പറഞ്ഞതാണ് റിപ്പീറ്റഡ് ഒക്കറേഷൻ എന്ന് പറയാം റിക്കറന്റ് ഒക്കറേഷൻ എന്നൊക്കെ ഒക്കറൻസ് എന്നൊക്കെ പറയും അറിയാലോ ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ അറിയില്ല ഒന്നിടവിട്ട് എന്നൊക്കെ പറയില്ല അപ്പോൾ ഓൾട്ടർനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ട് റിക്കറന്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾട്ടർനേഷൻ ഓക്കെ ഓൾട്ടറേഷൻ മോഡിഫിക്കേഷൻ ഓൾട്ടർക്കേഷൻ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ക്വാറൽ ഫൈറ്റ് എന്നൊക്കെ നമ്മൾ പറയും മറക്കല്ലേ ഓക്കെ അടുത്ത നോക്കിക്കോ എപ്പോണിമസ് ഇസ് അഡ്ജക്റ്റീവ് എന്നാൽ എപ്പോണിം എന്നൊരു വാക്കുണ്ട് എപ്പോണിം ഇറ്റ്സ് എ നൗൺ കേട്ടോ എപ്പോണിം നൗണ ഈ എപ്പോണിം എന്ന നൗണിൽ നിന്നാണ് എപ്പോണിമസ് എന്നുള്ളത് പറയുന്നത് സിനോണിം എന്ന വാക്കിൽ നിന്ന് സിനോണിമസ് പറയില്ല ആന്റണിം അല്ലെ അങ്ങനെ എല്ലാത്തിൻ്റെയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും MOU അല്ല
ഏതാണോ അവസാനിക്കുന്നത് അതിൻ്റെ കൂടെ OUS, പോയിസൺ, പോയിസണസ്, വെനം, വെനമസ്, നോക്ഷ്യസ്, നോക്ഷ്യസ് പിന്നെ പോട്ടെ അതല്ല, അല്ലാതെ OUS വാക്കുകൾ വരുന്നല്ല ശ്രദ്ധിച്ചറിയാം. നൗണിന്റെ കൂടെ OUS ഇട്ട് സഫിക്സ് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് നോർമലി അഡ്ജക്റ്റീവ്സ് വരിക. നോർമലി കേട്ടോ, മോസ്റ്റ് പ്രോബബ്ലി എല്ലാം അങ്ങനെയാണ്. അപ്പോൾ എപ്പോണിം എന്നൊരു വാക്കുണ്ട്. എപ്പോണിം എന്നൊരു വാക്കിൽ നിന്നാണ് എന്ത് വരിക? ഇപ്പം എപ്പോണിമസ് എന്ന് പറയാം. എപ്പോണിമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയിംഡ് ആഫ്റ്റർ, ഏതിലൊരാളുടെ പേരിൽ എഴുതി അറിയപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് എപ്പോണിമസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എപ്പോണിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എപ്പോണിം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരാൾ, എനി പേഴ്സൺ, ഒരു റിക്ലെയിംഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് തന്നെ വിചാരിച്ചോളൂ, ഒരു പേഴ്സൺ. ഓക്കെ, അയാളുടെ പേരിൽ ഒരു ഡിസ്കവറി അല്ലെ ഇൻവെൻഷനൊക്കെ എഴുതപ്പെടുന്നുണ്ടെങ്കിൽ, അയാളുടെ പേരിൽ അത് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എൻ എപ്പോണിം. എ പേഴ്സൺ ആഫ്റ്റർ ഹൂം എ ഡിസ്കവറി ഇസ് മെയ്ഡ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ മറ്റേ പാസ്കൽ ലോ, എന്താ ന്യൂട്ടൺസ് ലോ എന്നൊക്കെ പറയില്ല. അതെന്തുകൊണ്ടാണ്? ന്യൂട്ടൺ എന്ന വ്യക്തിയുടെ പേരിലാണ് ആ ലോ അറിയപ്പെടുന്നത് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ എപ്പോണിം എന്ന് പറയും. ആ പേരിന് എപ്പോണിം എന്ന് പറയും. ഒരാളുടെ പേരിൽ അറിയപ്പെടുന്നതിന് എപ്പോണിം എന്ന് പറയും. അതുകൊണ്ട് എപ്പോണിമസ് എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം ഇതാണ്, നെയിംഡ് ആഫ്റ്റർ എ പേഴ്സൺ. ആ പേഴ്സന്റെ പേരിൽ അറിയപ്പെടുന്നു. ലെജൻഡറി, ആ ലെജൻഡിന്റെ പേരിൽ അറിയപ്പെടുന്നു. ലെജൻഡറി, ഫെയിംഡ് എന്നൊക്കെയാണ് എപ്പോണിമസ് എന്ന് പറഞ്ഞ വാക്ക്, അഡ്ജക്റ്റീവിന്റെ അർത്ഥം. ഓർത്തു വെച്ചോണം കേട്ടോ. അടുത്ത വാക്ക് ഈസ് എക്സ്ക്വിസിറ്റ് ആണ്. എക്സ്ക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എക്സ്ക്വിസിറ്റിന് രണ്ടർത്ഥം ഉണ്ടേ. ഒരർത്ഥം ഇസ് ബ്യൂട്ടിഫുൾ, ലവ്ലി, നല്ല ഭംഗിയുള്ള, നല്ല ലവ്ലി ആയിട്ടുള്ള എന്നൊക്കെ അർത്ഥം. എക്സ്ക്വിസിറ്റ്, ബ്യൂട്ടിഫുൾ എന്നൊക്കെ അർത്ഥം. ലൈവ്ലി, ലവ്ലി എന്നൊക്കെ അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ വളരെ എലഗന്റ് ആയിട്ടുള്ള, നല്ല ഭംഗിയുള്ള എന്നൊക്കെ നമ്മൾ പറയില്ലേ, എലഗന്റ്. അതാണ് എക്സ്ക്വിസിറ്റ് എന്ന് പറയുന്നത്. എക്സ്ക്വിസിറ്റ് കളക്ഷൻ എന്നൊക്കെ പറയുന്നിട്ടില്ലേ, അത്. എന്നാൽ എക്സ്ക്യൂസിന് വേറൊരു അർത്ഥമുണ്ട്. എക്സ്ക്യൂസിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസ്, അക്യൂട്ട്, കീൻ, വളരെ കൃത്യമായ, നല്ല കീൻ ആയിട്ടുള്ള, ഇൻറ്റൻസ് ആയിട്ടുള്ള, അക്യൂട്ട് ആയിട്ടുള്ള എന്നൊരർത്ഥവും എക്സ്ക്യൂസിറ്റിനുണ്ട്. രണ്ട് മീനിങ് ആണ്. ബ്യൂട്ടിഫുൾ, ലവ്ലി, എലഗന്റ് എന്നൊക്കെ പറയും. അല്ലാതെ ഇൻറ്റൻസ്, അക്യൂട്ട് എന്നൊക്കെ ഒരർത്ഥവും ഈ പറഞ്ഞ എക്സ്ക്യൂസിറ്റിന് ഉണ്ട്. ഓർത്ത് വെച്ചോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഓക്കെ, അറ്റ് ലാസ്റ്റ് ഐ ടേൺ അപ്പ് മൈ ചൈൽഡ്ഹുഡ് ഫോട്ടോസ്. ഐ ഫൗണ്ട്, ഓക്കെ, yes. Ramgo called on his friend due to misunderstanding between them. Ramgo called on പറയില്ല, റാം ഗോസ് കോൾഡ് ഉണ്ടെങ്കിൽ, കാരണം ഗോയിന് സിംഗുലർ എന്താ, ഗോസ് ആണ്. അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിലാണ് കൊടുക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കൂ. ഗോ, റാം വെന്റ് കോൾഡ് ഓൺ ഹിസ് ഫ്രണ്ട് ഡ്യൂ ടു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദം. റാം വെന്റ് കോൾഡ് ഓൺ ഹിസ് ഫ്രണ്ട് കേട്ടോ, നീതു അങ്ങനെ കൊടുക്കാം. വി ഷുഡ് അവോയ്ഡ് വിത്ത് ടോക്സിക്. അവോയ്ഡ് വിത്ത് പറയുമോ? ഇല്ല. അവോയ്ഡ് എന്ന വേർബ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു. അവോയ്ഡ് ഇസ് എ വേർബ് വിച്ച് ഇസ് ട്രാൻസിറ്റീവ് ഇൻ നേച്ചർ. അവോയ്ഡ് എന്ന വേർബിന് നമ്മൾ ട്രാൻസിറ്റീവ്, അവോയ്ഡ് കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? അവോയ്ഡ് എന്ന വേർബിന് ശേഷം തൊട്ടടുത്ത് എന്ത് വരണം? ഒബ്ജക്റ്റ് വരണം. മറന്നരുത്, ബിക്കോസ് ഇറ്റ് ഇസ് എ ട്രാൻസിറ്റീവ് വേർബ്. അവോയ്ഡ് വിത്ത് പറയില്ല. അവോയ്ഡ് സംതിങ്. യു ഷുഡ് അവോയ്ഡ് സ്മോക്കിംഗ്, യു ഷുഡ് അവോയ്ഡ് ഡ്രിങ്കിങ്, യു ഷുഡ് അവോയ്ഡ് ദാറ്റ്, യു ഷുഡ് അവോയ്ഡ് ഹിം എന്നൊക്കെ പറയില്ലേ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എന്ത് കൊടുക്കണം? വി ഷുഡ് അവോയ്ഡ് ടോക്സിക് റിലേഷൻഷിപ്പ് ഫോർ എ പീസ് മൈൻഡ് സെറ്റ്, ഫോർ പീസ്ഫുൾ മൈൻഡ് സെറ്റ്. പീസ് മൈൻഡ് സെറ്റ് അല്ല, പീസ്ഫുൾ മൈൻഡ് സെറ്റ്. സമാധാനപരമായിട്ടൊരു ജീവിതത്തിന്, സമാധാനപരമായിട്ട് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യു ഷുഡ് അവോയ്ഡ് ടോക്സിക് റിലേഷൻഷിപ്പ്. ഓക്കെ, മറന്നുകൊണ്ട് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓർത്ത് വെച്ചോണം. അടുത്തത്, ആഫ്റ്റർ സുപ്രീം കോർട്ട്സ് ഡിസിഷൻ ലീഡിംഗ് പാർട്ടി മേ തിങ്ക് ദാറ്റ് ഓൾട്ടർക്കേഷൻ ടു ലേ സർവേ സ്റ്റോൺസ് കം ടു എ ഹോൾട്ട്. ഓക്കെ, പാർട്ടി മേ തിങ്ക് ദാറ്റ് ഓൾട്ടർക്കേഷൻ, ഓക്കെ, മനസ്സിലായി. Quarrel to lay stone come to halt. All right, out. ഒരു കാര്യമുണ്ട്. ആഫ്റ്റർ സുപ്രീം കോർട്ട്സ് ഡിസിഷൻ, കോമ, അവിടെ ഒരു കോമ ഇട്ട് കൊടുക്കുക. ലീഡിംഗ് പാർട്ടി മേ തിങ്ക് ദാറ്റ് ഓൾട്ടർക്കേഷൻ ടു ലേ, അങ്ങനെ കൊടുക്കണം. ആ കോമ ഇട്ട് കൊടുക്കണം. എന്നാൽ ആ സെൻറ്റൻസ് ഒന്നും മീനിങ് ഫുൾ ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആരും അതൊന്നും ശ്രദ്ധിക്കണം. പങ്ക്ച്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ്? കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു എനിമീസ് end up in altercation. All right. Okay. Argument. Yes, the actress Bhavna got a standing ovation in the inauguration stage of IFFK. Yes, she got. The unprecedented scene in the Oscar regarding slapping the horse by Will Smith set a negative tone even if he later apologized. Yes it is. അല്ലേ, അത് വേറൊരു കാര്യം അല്ലേ, unprecedented scene. Yeah. Okay. She is so exquisite. Yeah. She is so lovely. She is so beautiful. I don't like to altercation. എന്ന് പറയില്ല. I don't like to altercate. Altercation എന്ന ഇതിന്റെ altercate എന്ന verb ഉണ്ട്. Altercate, quarrel. അപ്പോൾ 2+V1 അല്ല ഇട്ട് കൊടുക്കത്തുള്ളൂ, ഓർത്താൽ മതി.
വേർബ് ഫോർമുലേഷൻ ഉണ്ട് അതിന്. ഓൾട്ടർക്കേഷന്റെ വേർബ് ഫോർമുലേഷൻ ആണ് ഓൾട്ടർക്കേറ്റ്. ഓൾട്ടർക്കേറ്റ് ചെയ്യാൻ മീൻസ് ആർഗ്യുമെന്റ് ചെയ്യാം, ആർഗ്യുമെന്റ് ചെയ്യല്ല, ആർഗ്യൂ ചെയ്യുക, ഓൾട്ടർക്കേറ്റ്. കേട്ടോ? അപ്പോൾ ചിപ്പി ഒന്ന് ശ്രദ്ധിക്കണേ, ഓൾട്ടർക്കേഷൻ എന്ന വാക്കിന് ഓൾട്ടർക്കേറ്റ് എന്ന വേർബ് ഉണ്ട്. അപ്പോൾ അതിട്ട് കൊടുക്കുക, അതായത് ഡിസ്പ്യൂട്ട് എടുക്കുക അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ആർഗ്യൂ എന്നൊക്കെയാണ്. ഓൾട്ടർക്കേഷന് ഡിസ്പ്യൂട്ട്, ആർഗ്യുമെന്റ്, ക്വാറൽ എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വേർബാണ് ടു ഓൾട്ടർക്കേറ്റ് അല്ല, ടു ഓൾട്ടർക്കേഷൻ അല്ല, ടു ഓൾട്ടർക്കേറ്റ്. കേട്ടോ? ഐ ഡോണ്ട് ലൈക്ക് ടു ഓൾട്ടർക്കേറ്റ് വിത്ത് യു. 126-year-old man Swami Shivananda got a standing ovation while receiving Padma Shri from President. Okay, you should avoid toxic people from your life. Yes, Beena Kalyani exquisite collection of apparels. Beena Kalyan alle Kalyani illalo, Beena Kalyan alle, Beena Kalyan's Beena Kalyaninte alle, Beena Kalyan's exquisite collection of apparels gave the contestant to walk the ramp confidently. Yes, Swami Vivekanand got a standing ovation from the audience after he delivered an exquisite speech in America. Yes, he was attacked alle, attracted ആണോ അതാണ് ഉദ്ദേശിക്കുന്നത്. He was attracted by her exquisite character. Attracted ആണ്, സ്പെല്ലിംഗ് തെറ്റിപ്പോയി, attracted അല്ലേ, ടി വന്നാൽ മതി. ടൈപ്പ് ആണെന്ന് വിശ്വസിക്കുന്നു. ഹൈ ജിഷ്ണു, ഗുഡ് മോർണിംഗ്, താമസിച്ചോയോ? My exquisite speech got a standing ovation. That's great. Toxic relations are the most dangerous one. Yes, it is. Audience give an ovation to an eponymous leader for an exquisite speech about women empowerment. എല്ലാവരും ഒരുമിച്ച് കൊടുത്തല്ലേ. അപ്പൊ എന്ത് കൊടുക്കണം? ഓഡിയൻസ് ഗിവ് അല്ല, ഓഡിയൻസ് ഗിവ്സ് ഓർ ഗേവ്. പാസ്റ്റ് ടെൻസ് കൊടുത്തോ അല്ലെങ്കിൽ സിംഗുലർ കൊടുത്തോ. കാരണം ഓഡിയൻസ് ഇസ് എ കളക്റ്റീവ് നോൺ. കളക്റ്റീവ് നോൺ പ്രത്യേകത എന്താ വെച്ചാൽ ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ, യൂണിറ്റിയിൽ ചെയ്യുമ്പോൾ അത് സിംഗുലർ ആണ്. ഓഡിയൻസ് ഒറ്റ ഇതാണ്. അപ്പോൾ ഓഡിയൻസ് ഗിവ്സ് അല്ലെങ്കിൽ ഓഡിയൻസ് ഗേവ് കൊടുക്കണം കേട്ടോ പാർവതി, ശ്രദ്ധിക്കണേ. കല്യാണല്ലോ, കണ്ണനാണല്ലോ അല്ലേ? ശരി, ബീന കണ്ണനായി. അതെ തന്നെ, സോറി പാർവതി, താങ്ക് യു, എനിക്കും തെറ്റി, സോറി. അനി കേട്ടോ, ബീന കണ്ണൻ, ഇറ്റ്സ് നോട്ട് കല്യാണി, ബീന കണ്ണൻസ് കളക്ഷൻ. യാ, ഓഡിയൻസ് ഗിവ്, അത് പറഞ്ഞു. ഒവേഷൻ ഫ്രം പ്രൊഫസർ മോട്ടിവേറ്റഡ് റാം വെരി മച്ച്. യെസ്, ദാറ്റ്സ് ഗ്രേറ്റ്. യാ, അടുത്ത് നോക്കാം. അതെ, മനസ്സിലായത്, മനസ്സിലായി. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ദ ഡാർവിൻ തിയറി ഇസ് കൺസിഡേർഡ് ടു ബി an eponymous one. All right. We should always stay away from toxic people. That's right. That's right. Moving to next set. അടുത്ത സെറ്റ് പഠിച്ചോ, closeted. കേട്ടിട്ടുണ്ടോ ക്ലോസറ്റ് എന്ന വാക്ക്? ക്ലോസറ്റ് പറയുമ്പോൾ നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റ്, ആ ക്ലോസറ്റ് അല്ല കേട്ടോ. ക്ലോസറ്റ് മീൻസ്, ഇംഗ്ലീഷുകാർക്ക് ക്ലോസറ്റ് ഉണ്ട്. ക്ലോസറ്റ് മീൻസ് അവർ നമ്മുടെ കബേർഡില്ല, നമ്മളിപ്പോൾ കബേർഡിൽ നമ്മുടെ ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു നമ്മൾ സീക്രട്ട് ആയിട്ടുള്ള ഒരു സംഭവം, ഷെൽഫില്ലേ, നമ്മുടെ ഷെൽഫ് അല്ലെങ്കിൽ കബേർഡൊക്കെ നമ്മൾ സീക്രട്ട് നമ്മൾ ഡ്രസ്സൊക്കെ വെക്കുന്ന അതിനെ ക്ലോസറ്റ് എന്നാണ് ഇവർ വിളിക്കാം, ആര്? നമ്മുടെ ഇംഗ്ലീഷുകാർ. അപ്പോൾ ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ അതർത്ഥം ഹിഡൻ റൂം അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്, അതാണ് ക്ലോസറ്റ്. ദാറ്റ് മീൻസ് സംതിങ്. കാരണം നിങ്ങൾക്കറിയാം, കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, ക്ലോസറ്റ് എന്ന് പറയുന്നത് നമ്മൾ സീക്രട്ട് ആയിട്ട് സംഭവം വെക്കാൻ, നമ്മൾ സുരക്ഷിതമായിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിൽ ഒരു കാര്യം വെക്കാൻ, അത് തന്നെ ക്ലോസറ്റ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു ഇഡിയം, സ്കെൽട്ടൻ ഇൻ എ ക്ലോസറ്റ്. സ്കെൽട്ടൻ ഇൻ എ ക്ലോസറ്റ് കേട്ടില്ലേ? സ്കെൽട്ടൻ്റെ ക്ലോസറ്റ് കേട്ടില്ലേ? സോറി, സ്കെൽട്ടൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കും, തെറ്റിപ്പോയി. ഓക്കെ, സ്കെൽട്ടൻ എന്താണ്? TION എനിക്ക് എപ്പോഴും വരുന്നത്. TION അല്ല, TON ആണ്. സ്കെൽട്ടൻ ഇൻ എ ക്ലോസറ്റ് ഒരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. സ്കെൽട്ടൻ ഇൻ ക്ലോസറ്റ് എന്ന് പറഞ്ഞ ഇഡിയമിന്റെ മീനിങ് എന്താ? ദർ ഇസ് സംതിങ് ഫിഷി, എന്തോ ഒന്ന് ചീഞ്ഞു നാറുന്നുണ്ട്, അതായത് സംതിങ് ഇസ് റോങ്, എന്തോ മറക്കുന്നുണ്ട്. There is a skeleton in her closet. There's a skeleton in his closet എന്ന് പറഞ്ഞാൽ അവൻ എന്തോ ഒരു സീക്രട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സീക്രട്ട് ആയിട്ടുള്ള കാര്യം, അതാണ് സീക്രട്ട് എന്നാണ് ക്ലോസറ്റിന്റെ അർത്ഥം. ക്ലോസറ്റഡ് എന്ന് പറഞ്ഞാൽ കൺസീൽഡ് ആണ്, ഒളിപ്പിച്ചു വെച്ചേക്കുന്നതാണ്, ഹിഡൻ ആണ്, റിപ്രസ്ഡ് ആണ് എന്നാണ് ക്ലോസറ്റഡ്. ഇറ്റ്സ് എൻ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ. കാരണം V3 ഫോമിൽ നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ് ക്ലോസറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, കൊടുത്തു വെച്ചോണം കേട്ടോ. സോ ക്ലോസറ്റ് എന്ന് പറയുന്ന നൗൺ ഉണ്ട്, ക്ലോസറ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ നമ്മൾ ഉപയോഗിക്കും, കൺസീൽ ചെയ്യപ്പെടുന്ന, ഹിഡൻ ആയിട്ടുള്ള, റിപ്രസ്ഡ് ആയിട്ടുള്ള എന്നർത്ഥം. ഓക്കെ ഓക്കെ, അടുത്ത കേട്ടോ, സ്പാറ്റ്. സ്പാറ്റ് എന്ന് പറയുമ്പോൾ നൗൺ സ്പാറ്റ് ആണ്. സ്പിറ്റിന്റെ പാസ്റ്റ് ടെൻസ് അത് വേറെ ഉണ്ട്, സ്പിറ്റ്, സ്പാറ്റ്, സ്പാറ്റ് ഉണ്ട് അല്ലേ? സ്പിറ്റ് ചെയ്യുക, അതിന്റെ പാസ്റ്റ് ടെൻസ് സ്പാറ്റ് ഉണ്ട്. പക്ഷെ അതല്ല ഇത് സ്പാറ്റ് എന്ന് പറയുന്നത് നൗൺ സ്പാറ്റ് ആണ്. സ്പാറ്റ് മീൻസ് ആർഗ്യുമെന്റ്, ഡിസഗ്രിമെന്റ്, കോൺഫ്ലിക്റ്റ്, ഡിസ്പ്യൂട്ട്, അതിനെയാണ് സ്പാറ്റ് എന്ന് പറയുക. ഒരു കോൺഫ്ലിക്റ്റ്, ഒരു ഡിസഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ്, സെയിം തിങ് ലൈക്ക് നമ്മുടെ ഓൾട്ടർക്കേഷൻ തന്നെയാണ് സ്പാറ്റ്. സെയിം സാധനം. വിൽ സ്മിത്തിന്റെ ഒരു ആർഗ്യുമെന്റ് ഉണ്ടല്ലോ, അവരുടെ ആർഗ്യുമെന്റ് ഉണ്ടല്ലോ, ക്രിസിന്റെയും സ്മിത്തിന്റെയും കൂടെ ആർഗ്യുമെന്റിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ സ്പാറ്റ്.
അടുത്ത ബിലീഗർ. ഇന്നലെ നമ്മൾ പറഞ്ഞു, ഇന്നലെ അല്ല കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തു ബിലീഗർ. സോ ബിലീഗർ മീൻസ് ഇസ് എ വേർബ്. ബിലീഗർ മീൻസ് ട്രബിൾഡ്, ഇൻ ഡിഫിക്കൽട്ടി, കഷ്ടപ്പാടില്ല, അണ്ടർ പ്രഷർ, അതാണ് ബിലീഗർ. അപ്പൊ ബിലീഗേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ട്രബിൾഡ് പേഴ്സൺ, ഡിഫിക്കൽറ്റിയിലുള്ള ആള്, ഹിസ് അണ്ടർ പ്രഷർ, ലോഡ് ഓഫ് പ്രഷർ, അതാണ് ബിലീഗർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത വാക്ക് ഈസ് ഇൻടാക്ട്. അഡ്ജക്റ്റീവ് ആണ് ഇൻടാക്ട്. ഇൻടാക്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആണ്. ഹോൾ, എൻറ്റർ, അൺഡാമേജ്ഡ്. ഇൻടാക്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, എല്ലാം സെറ്റാണ്. ഇറ്റ് ഈസ് നോട്ട് ഡാമേജ്ഡ്, എല്ലാം നല്ല സേഫ് ആൻഡ് സൗണ്ട് ആയിട്ടിരിക്കുന്നു. ദാറ്റ് ഈസ് അൺഡാമേജ്ഡ്. ഇറ്റ്സ് കംപ്ലീറ്റ്, ഇറ്റ്സ് ഹോൾ, ഇറ്റ്സ് എൻറ്റയർ, ഇറ്റ്സ് അൺഡാമേജ്ഡ്. അതിന് ഇൻടാക്ട് എന്ന് നമ്മൾ പറയും. ഇൻടാക്ട് ഇസ് ആൻ അഡ്ജക്റ്റീവ്, മറക്കണ്ട കേട്ടോ. അടുത്ത വാക്ക് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു വാക്കാണ് റീറ്ററേറ്റ്. റീറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിപ്പീറ്റ് ചെയ്യുക, റീസ്റ്റേറ്റ് ചെയ്യുക, റീക്യാപിച്ചുലേറ്റ് ചെയ്യുക, ഡു ഓവർ. എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന വാക്കാണ് റീറ്ററേറ്റ്. റീറ്ററേറ്റ് എന്ന വാക്കിന് കേട്ടിട്ടുണ്ടെങ്കിൽ ആൻസർ എഴുതിക്കോണം. അതിന്റെ ആന്റണിമി സിനോണിമൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. റിപ്പീറ്റ് ചെയ്തൊരു കാര്യമാണെങ്കിൽ ദാറ്റ് ഇസ് റീറ്ററേറ്റ് എന്ന് പറയും. ഓക്കെ, ഡു ഓവർ, റീസ്റ്റേറ്റ് ചെയ്യുന്ന, റീക്യാപിച്ചുലേറ്റ് ചെയ്യുന്ന എന്നൊക്കെ അർത്ഥം. ഓക്കെ, മറന്നുപോരുതേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഓക്കെ, സോ അപ്പോൾ സ്കെൽറ്റൻ ക്ലോസറ്റ് ഞാൻ ഇവിടെ പറയാനുള്ള കാരണം വേറെ ഒന്നുമില്ല, ക്ലോസറ്റിന്റെ മീനിങ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല, അത് ഇതുമായിട്ട് ബന്ധമുള്ളതൊന്നുമില്ല കേട്ടോ. കാരണം സ്കെൽറ്റൻ ക്ലോസറ്റുമായിട്ട് എപ്പോഴും ബന്ധമുണ്ടെന്നൊന്നുമില്ല. ഇത്രേ ഉള്ളൂ സംഭവം. അതൊരു ഇതാണ്, ഇഡിയമാണ്. അപ്പോൾ നമുക്കറിയണം സ്കെൽറ്റൻ ക്ലോസറ്റിന്റെ മീനിങ് എന്താണെന്ന്. അതുകൊണ്ടാണ് ഞാൻ സ്കെൽറ്റൻ ക്ലോസറ്റിന്റെ കാര്യം പറഞ്ഞത്. സ്കെൽറ്റൻ ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കബോർഡിൽ ഒരു കൊളോക്കിയൽ ഫ്രേസ് ആണ്. ഇത്രേ ഉള്ളൂ, എന്തോ ഒരു കാര്യമുണ്ട്, അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള എന്തൊരു കാര്യമുണ്ട് എന്നൊക്കെ അർത്ഥം. അത്രേ ഉള്ളൂ. എസ്പെഷ്യലി നിങ്ങൾക്കറിയാലോ, ഒരു ഇംഗ്ലീഷ് മൂവി കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും ഉടായ്പുണ്ടാവും അവരുടെ ക്ലോസറ്റ്. അവർക്ക് ഒന്നെങ്കിൽ ക്ലോസറ്റിൽ, പ്രേതം ക്ലോസറ്റിലായിരിക്കും അല്ലേ, കണ്ടിട്ടുണ്ടോ? ഇംഗ്ലീഷ് മൂവീസിലെ പ്രേതങ്ങൾ എപ്പോഴും ഒന്നെങ്കിൽ ക്ലോസറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ താഴത്തെ ഗോഡൗണിലായിരിക്കും അല്ലെ. താഴെ നമ്മുടെ എല്ലാവർക്കും ഉണ്ടാവും, ഹിഡൻ ഏരിയ ഉണ്ടാവും, അവിടെയൊക്കെ ഉണ്ടാവും ഒരു ഗോഡൗണോ എന്തെങ്കിലും ഒരു ഏരിയ ഉണ്ടാവും, അണ്ടർഗ്രൗണ്ട് ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, ഓർത്ത് വെച്ചാൽ മതി, മറക്കണ്ട. ഓക്കെ, അപ്പോൾ എന്തോ ഒരു ഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ട് എന്നാണ് അർത്ഥം, വേറെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, സെന്റൻസ് നോക്കട്ടെ. ഓക്കെ, അതെ, പാർവതി പറഞ്ഞപ്പോഴല്ല ഓർത്താനി, ശരിയാണല്ലോ എന്ന് നമ്മൾ ഓർത്ത്, സത്യമാണ്. ഞാനും പെട്ടെന്നത് എനിക്ക് മീന കല്യാണി അല്ല തന്നെ, കല്യാണം എന്ന് എൻ്റെ മനസ്സിൽ വന്നു. എപ്പോഴും കണ്ണെന്നുള്ള ഞാൻ ചിന്തിച്ചു പോലുമില്ല, എന്താ അല്ലേ. ഓക്കെ, ലെറ്റ്സ് സീ. Altercation between two individuals are common as they both have their own perceptions. Yes. Yeah. Regarding the silver line, there is always an altercation between the ruling party and opposition. Yes. Manju Warrior is so exquisite at her 40s. All right. SPAT. RBI examine. RBI examine ചോദിച്ചോ SPAT. Okay. SPAT. That's great. Argument എന്നാണ് അർത്ഥം. സംഭവം നൗൺ അല്ലേ ചോദിച്ചേ, അത് നൗൺ ആയിരിക്കും. ബിക്കോസ് സ്പിറ്റിന്റെ ഒരിക്കലും സ്പാറ്റ് അങ്ങനെ ഒരു എക്സാമിന് ചോദിക്കില്ല, ഇതായിരിക്കും ചോദിക്കുക. ബിക്കോസ് നിങ്ങൾ തപ്പിയാലും, നിങ്ങൾ തപ്പി നോക്കി സ്പാറ്റ് എന്നുള്ള തപ്പി നോക്കി എല്ലായിടത്തും വരുന്ന സ്പാറ്റ് ഇസ് എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് സ്പിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. സോ ഇതിന്റെ നോൺ ഫോർമുലേഷൻ അർത്ഥം ആർഗ്യുമെന്റ്, ഡിസഗ്രിമെന്റ്, ഡിസ്പ്യൂട്ട് എന്നൊക്കെയാണ്. ഗവൺമെന്റ് ഓൾവേസ് ക്ലോസറ്റഡ് their arguments in Supreme Court in the name of national security. Yes. ഗവൺമെന്റ് ഓൾവേസ് ക്ലോസറ്റഡ് കൊടുക്കേണ്ട, ഗവൺമെന്റ് ഓൾവേസ് ക്ലോസറ്റ് എന്ന് കൊടുത്താലും കറക്റ്റ് കേട്ടോ. ഗവൺമെന്റ് ഓൾവേസ് ക്ലോസറ്റ്സ്. ഓക്കെ, കാരണം ഇത് വേർബ് ഫോർമുലേഷൻ ഉള്ളത് കൊണ്ടാണല്ലോ V3 ഫോർമുലേഷൻ വരുന്നത് കൊടുക്കുന്നത് അല്ലേ. ഹായ് മാസ്മൻ, ഗുഡ് മോർണിംഗ്. എത്ര കാലമായി കണ്ടിട്ട്? സുഖം. പഠനമൊക്കെ നടക്കുന്നുണ്ടോ? ഉഷാറാണോ ആള്? Recent visit by the Chinese foreign minister and the upcoming visit scheduled to be held by the FM or finance minister of Russia, Sergei Lavrov, with the Indian counterpart gives me closeted agenda being boiling down. Okay. എന്തോ ഒന്നുണ്ടല്ലേ. Hidden agenda. Yes. Chris Rock is beleaguered on stage after making a joke about Smith's wife. Yes. മുടിയെ പറ്റി പറഞ്ഞല്ലോ, ഹെയർ ലോസിനെ പറ്റി പറഞ്ഞുകൊണ്ട് എന്താ അല്ലേ. So he's in trouble, really. He's in trouble. He's in difficulty. Yes, it is. During March end പറയില്ല, during the end of March ഇങ്ങനെ കൊടുക്കണേ. ചിപ്പി ഇതിന്റെ യൂസേജ് ഇംഗ്ലീഷ് നമ്മൾ ഒരിക്കലും മാർച്ച് എൻഡ് എന്ന് പറയില്ല, ഇങ്ങനെ പറയണം during the end of March, അല്ലെങ്കിൽ ബൈ ദ എൻഡ് ഓഫ് മാർച്ച്. ഡ്യൂറിംഗ് ദ എൻഡ് ഓഫ് മാർച്ച് വേണ്ട, ബൈ ദ എൻഡ് ഓഫ് മാർച്ച്, മാർച്ച് എൻഡ് ആവുമ്പോഴേക്കും, അല്ലെങ്കിൽ ഡ്യൂറിംഗ് ദ എൻഡ് ഓഫ് മാർച്ച്, എന്തായാലും എൻഡ് ഓഫ് മാർച്ച് കൊടുക്കണം. ബാങ്ക് ഒഫീഷ്യൽസ് വെൻ ത്രൂ എ ബിലീഗർ സിറ്റുവേഷൻ. വെൻ ത്രൂ അല്ല, ഗോ ത്രൂ അല്ലേ, ആവുമ്പോഴേക്കും അവർ എന്നാണ്, അല്ലാതെ ആയപ്പോൾ എന്നാണെങ്കിൽ കുഴപ്പമില്ല. വെൻ ത്രൂ രണ്ടും കറക്റ്റ്. പാസ്റ്റ് ടെൻസിലാണ് ഉദ്ദേശിച്ചെങ്കിൽ ഇറ്റ്സ് ഫൈൻ, അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിലാണ് ഉദ്ദേശിച്ചെങ്കിൽ ഓൾവേസ് ഗോ ഫോർ പ്രസന്റ് കേട്ടോ. ഗോ. വി ഷുഡ് റീട്രേറ്റ് മാത്സ് പ്രോബ്ലം ബിഫോർ പ്രിലിംസ് എക്സാം. യെസ്, വി ഷുഡ്. ഹി ഓൾവേസ് ട്രൈസ് ടു സ്പാറ്റ് വിത്ത് അവിടെ പറ്റില്ല, കാരണം സ്പാറ്റ് ഇസ് നൗൺ ഇവിടെ
മറ്റേ സ്പിറ്റാണ് സിംഗുലർ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും V3 ഫോർമുലേഷൻ 2ൻ്റെ കൂടെ ഉപയോഗിക്കില്ല. 2 ഇൻഫിനിറ്റീവ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? 2 + V1, അതിനെയാണ് ഇൻഫിനിറ്റീവ് എന്ന് നമ്മൾ വിളിക്കുക അല്ലെ. 2 + V1 വരുമ്പോൾ അത് ഇൻഫിനിറ്റീവ് ആവും. അതിപ്പോൾ പ്രസന്റ് ഇൻഫിനിറ്റീവ്, പാസീവ് ഇൻഫിനിറ്റീവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് ആയിക്കോട്ടെ, എന്ത് ഇൻഫിനിറ്റീവ് ആണെങ്കിലും അത് ഇൻഫിനിറ്റീവ് ആവണമെങ്കിൽ അതിനോട് 2 + V1 വരണം. 2ൻ്റെ കൂടെ ഒരിക്കലും V2 വരില്ല, V3 വരില്ല, അപ്പോൾ സ്പാറ്റ് വരില്ല. ഹി ഓൾവേസ് ട്രൈ ടു വഴക്കുണ്ടാക്കുക എന്നാണ്. ഇല്ല, സ്പിറ്റ് തുപ്പുക എന്നല്ല അർത്ഥം, സ്പിറ്റ് ചെയ്യുക, തുപ്പുക. പക്ഷേ സ്പാറ്റ് ആർഗ്യുമെന്റ് ആണ്. അതിന് നൗൺ ഫോർമുലേഷൻ ആണ് ആർഗ്യുമെന്റ് എന്നുള്ളൂ. വേർബ് ഫോർമുലേഷൻ ആർഗ്യുമെന്റ് നല്ല അർത്ഥം കേട്ടോ, അതിന്റെ അർത്ഥം വേറെയാണ്. അപ്പോൾ സ്പാറ്റ് വിത്ത് പറയില്ല, ഇങ്ങനെ കൊടുക്കാം. ഹി ഓൾവേസ് ട്രൈസ് ടു ആർഗ്യൂ വിത്ത് ഹിസ് വൈഫ് കൊടുത്താൽ മതി കേട്ടോ. ദ കൊറിയർ ഡെലിവേർഡ് വാസ് ഇൻടാക്ട്. ഓക്കെ, ഇഫ് യു ഡോണ്ട് ഗെറ്റ് ദിസ് ഔട്ട്പുട്ട് യു വിൽ റീട്രേറ്റ് ദ പ്രോഗ്രാം. ഓക്കെ, ഫൈൻ. ടീച്ചർ റീട്രേറ്റഡ് സ്റ്റുഡൻസ് ടു intact എക്സാം പറയില്ല. ഇൻടാക്ട് ഇസ് അഡ്ജക്റ്റീവ്. ടു കംപ്ലീറ്റ് എക്സാം എന്നാണോ? എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ബിഫോർ ടൈം അത് പറയില്ല. അവിടെ കംപ്ലീറ്റ് എന്ന് കൊടുക്കണം ആരതി കേട്ടോ. അവിടെ ഇൻടാക്ട് നമ്മൾ എന്താ പറയുന്നത്? ഇൻടാക്ട് ഇസ് നോട്ട് എ വേർബ്, ഇറ്റ്സ് എൻ അഡ്ജക്റ്റീവ്. കണ്ടോ, ഇതൊരു അഡ്ജക്റ്റീവ് ആണ്, മറക്കരുത്. അത് അഡ്ജക്റ്റീവ് ആണ് സംഭവം, ഒരിക്കലും വേർബ് അല്ല. വേർബിന്റെ കൂടെ അല്ലേ 2 + V1? ഇപ്പം ഞാൻ പറഞ്ഞു 2 + V1 കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഓർത്താൽ മതി. ടീച്ചർ റീട്രേറ്റഡ് സ്റ്റുഡൻസ് ടു കംപ്ലീറ്റ് എക്സാംസ് ബിഫോർ ടൈം. Spat between two states is solved by Supreme Court. All right. There is a spat between partners about closeted box. Oh, a hidden box. All right. That's it. Let's move to next set. Last set ആണ് ഇന്ന് സിനോണിംസ് കുറവ്. ഇപ്പോൾ 2 ദിവസമായിട്ട് സിനോണിംസ് ഒക്കെ വളരെ കുറവാണ്. എന്നിവയെ നമുക്ക് നോക്കാം. അലജ്. അലജ് എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്, ക്ലെയിം. കാരണം അലജഡ്ലി നമ്മൾ അതിന്റെ അഡ്വേർബ് എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ട്, അലിഗേഷൻ എന്ന നൗണും കണ്ടിട്ടുണ്ട് അല്ലേ. അഡ്വേർബ് അലജഡ്ലി കണ്ടിട്ടുണ്ട്, നൗൺ ഫോർമുലേഷനുള്ള അലിഗേഷനും അറിയാം നിങ്ങൾക്ക് അല്ലേ. അലിഗേഷൻ ഇന്ന് ഉണ്ട് കേട്ടോ, അലിഗേഷൻ ഇന്ന് ഉണ്ട്, ഇവിടെ ഇതിലുണ്ട്. പക്ഷെ അലജ് എന്ന് അറിയെങ്കിൽ പിന്നെ അലിഗേഷൻ നിങ്ങൾക്ക് അറിയാലോ. അലിഗേഷൻ ഇസ് നൗൺ ഫോർമുലേഷൻ. എന്താ അതിന്റെ ക്ലെയിം? അത്രേ ഉള്ളൂ, ക്ലെയിം തന്നെയാണ്. ക്ലെയിം ഇസ് നൗൺ ആസ് വെൽ ആസ് വേർബ് അല്ലേ. അസർട്ടേഷൻ, ഡിക്ലറേഷൻ, സ്റ്റേറ്റ്മെന്റ്. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്, ക്ലെയിം എന്നൊക്കെയാണല്ലോ അർത്ഥം. അലിഗേഷൻ എന്ന നൗൺ വന്നാൽ നിങ്ങൾ ഓർത്താൽ മതി, ക്ലെയിം നൗൺ തന്നെയാണ്, നൗണുമാണ് വേർബുമാണ്. പിന്നെ അസർട്ട് ഇല്ല, അസർട്ടേഷൻ ആണ്. പിന്നെ ഡിക്ലെയർ അല്ല, ഡിക്ലറേഷൻ ആണ്. പിന്നെ സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അത്ര വ്യത്യാസമുള്ളൂ അല്ലേ, എത്ര വ്യത്യാസം ഉള്ളൂ, ഓർത്താൽ മതി. ഓക്കെ, അലിഗേഷൻ, ക്ലെയിം, ഡിക്ലറേഷൻ, സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. അലജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലെയിം ചെയ്യുക, അസേർട്ട് ചെയ്യുക, ഡിക്ലെയർ ചെയ്യുക ഓർ സ്റ്റേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് അലജ്. അടുത്ത വാക്ക് ഈസ് വെയിൽഡ്. നിങ്ങൾക്കറിയാം വെയിൽ നൗൺ ആയിട്ടും വേർബ് ആയിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വെയിൽ ചെയ്യുക. വെയിൽ മീൻസ് തലയിൽ മറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇടുന്ന ഒരു കവറിനെയാണ് വെയിൽ എന്ന് പറയാം അല്ലെ. അല്ലെ മുഖം മറയ്ക്കാനും വെയിൽ ഉപയോഗിക്കും അല്ലെ. നമ്മൾ ചില കല്യാണങ്ങളിൽ കണ്ടിട്ടില്ലേ വെയിൽ ഇടാറുണ്ട്. വെയിൽ കല്യാണങ്ങൾ മാത്രം, ചില കല്യാണത്തിലൊക്കെ ഉണ്ട് ഈ വെയിൽ ഇടുന്ന പരിപാടി അല്ലെ, ഉണ്ട്. അപ്പൊ വെയിൽ മീൻസ് കവർ എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ അപ്പാരൽ എന്ന് പറയും. നമ്മൾ നേരത്തെ ബീനക്കണ്ണന്റെ അപ്പാരൽസിനെ പറ്റി അനി പറഞ്ഞില്ല, അതുപോലെ വെയിൽ. അപ്പോൾ കവേർഡ് ആയിട്ടുള്ള, അപ്പാരൽഡ് ആയിട്ടുള്ള, കവേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്പാരൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസീൽഡ് ആയിട്ടുള്ള, ഹിഡൻ ആയിട്ടുള്ള എന്നാണ് വെയിൽഡ് എന്ന വാക്കിന്റെ അർത്ഥം. മനസ്സിലായോ? വെയിൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പാരൽഡ്, കവേർഡ്, ഹിഡൻ അല്ലെങ്കിൽ കൺസീൽഡ് എന്നാണ് അർത്ഥം. ഇവിടെയൊക്കെ നിങ്ങൾ ഓർത്താൽ മതി. V3 ഫോർമുലേഷൻ അല്ലേ. V3 ഫോർമുലേഷൻ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കില്ലേ? ഉപയോഗിക്കും. സോ ലിസൺ. ഓക്കെ, അവിടെ നോക്കുക. റിസെന്റ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റിസെന്റ്മെന്റ് നിങ്ങൾക്കറിയാം. റിസെന്റ്മെന്റ് മീൻസ് ബിറ്റർനെസ്, ഇൻഡിഗ്നേഷൻ, ഇറിറ്റേഷൻ. നമുക്കൊരു കാര്യത്തോട് വളരെ ഒരു വെറുപ്പോ ഒരു ഡിസ്ലൈക്കോ അല്ലെങ്കിൽ എന്താ പറയുക വളരെ ഒരു താല്പര്യമില്ലായ്മ ഉണ്ടെങ്കിൽ, ഒരു ഇതിനോട് പൊരുത്തക്കേട്, ബിറ്റർനെസ് ഇൻ ദ സെൻസ് കയ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്താൽ മതി, ഒരു താല്പര്യമില്ലായ്മ, ദാറ്റ് ഇസ് റിസെന്റ്മെന്റ്. ദേഷ്യവും ഇഷ്ടമില്ലായ്മയും എല്ലാം കൂടി ആങ്കറും എല്ലാം കൂടി കലർന്ന ഒരു അവസ്ഥ, ദാറ്റ് ഇസ് റിസെന്റ്മെന്റ് അല്ലേ. മക്കൾക്ക് പേരൻസിനോട് റിസെന്റ്മെന്റ്, പേരൻസിന് പേരൻസിന്റെ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സിന്, സിബ്ലിങ്സിനോട് റിസെന്റ്മെന്റ്, അങ്ങനെ കേട്ടിട്ടില്ലേ? ഫാമിലി ലൈഫിൽ എപ്പോഴും കേട്ടിട്ടുണ്ട് റിസെന്റ്മെന്റ് എന്ന വാക്ക് അല്ലേ. അടുത്ത വാക്ക് ഈസ് ഗാൽവനൈസ്. ഗാൽവനൈസ് എന്ന വാക്കിന്റെ അർത്ഥം ഷോക്ക്. യു ഗാൽവനൈസ് മീ, യു ഷോക്ക് മീ, എക്സൈറ്റ്, സ്റ്റാർട്ടിൽ ഞെട്ടിക്കുക, ജോൾട്ട് ഞെട്ടിക്കുക, അതാണ് ജോൾട്ട്, പെട്ടെന്ന് സഡൻ ഞെട്ടലാണ്. ജോൾട്ട് ഒരു മൂവി ഉണ്ട് അറിയില്ലേ? ജോൾട്ട് ഒരു മൂവി ഉണ്ട് കേട്ടോ, 2021. യെസ്. പിന്നെ സ്റ്റാർട്ടിൽ ഞെട്ടിക്കുക, എക്സൈറ്റ് ചെയ്യാൻ ഞെട്ടിക്കുക തന്നെയാണ്, ഷോക്ക് ചെയ്യാൻ ഞെട്ടിക്കുക തന്നെയാണ്. ഗാൽവനൈസ് പറഞ്ഞാൽ ഞെട്ടിക്കുക, ദാറ്റ് ഇസ് ഗാൽവനൈസ് എന്ന വേർബിന്റെ അർത്ഥം. ഓക്കെ, അടുത്ത വാക്ക് ഇസ് കൺവിക്ഷൻ. കൺവിക്ഷന് രണ്ട് അർത്ഥമുണ്ട്. കൺവിക്ഷൻ ഇസ് നൗൺ. നിങ്ങൾക്കറിയാം കൺവിക്ട് ചെയ്യുക മീൻസ് ജഡ്ജ് ചെയ്യുക, സെന്റൻസ് ചെയ്യുക അല്ലെ, തുറങ്കിൽ അല്ലെ, നമ്മളെ തടവിലാക്കുക അല്ലെ, സെന്റൻസ് ചെയ്യിപ്പിക്കുക. നിയമപരമായിട്ട് നമ്മൾ ഇതല്ലേ ജഡ്ജ് സെന്റൻസ് കൊടുക്കുകയാണ്. നമ്മുടെ ഇത്ര വർഷം കാലയളവിൽ നമുക്ക് ശിക്ഷ നടപ്പിലാക്കുക, അതിനാണ് കൺവിക്ട് ചെയ്യുക പറയുക. നൗൺ ഉണ്ട്, വേർബ്. കൺവിക്ഷൻ ഇസ് നൗൺ. അപ്പോൾ സെന്റൻസ്,
അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് എന്നൊരർത്ഥം ഒന്ന്. രണ്ടാമത്തെ കൺവിക്ഷൻ, there are so many convictions about എന്നതിന് ബിലീഫ്സ്, ഒപ്പീനിയൻസ്, കൺവിക്ഷൻ. യുവർ കൺവിക്ഷൻ ഇസ് ഡിഫറെന്റ് ഫ്രോം മൈൻ. എൻ്റെ ഇതിൽ നിന്ന് നിന്റെ വ്യത്യാസമാണ്. നിന്റെയും എൻ്റെയും കാഴ്ചപ്പാട് രണ്ടാണ് അല്ലേ എന്ന് പറയില്ലേ, അതാണ്. സോ കൺവിക്ഷൻ മീൻസ് ഒപ്പീനിയൻ, ബിലീഫ് എന്നൊരർത്ഥമുണ്ട്, കാഴ്ചപ്പാട് എന്നൊരർത്ഥമുണ്ട്, അല്ലാതെ സെന്റൻസ് ജഡ്ജ്മെന്റ് എന്നൊരർത്ഥവും ഉണ്ട്. ഓർത്ത് വെച്ചോണം കേട്ടോ. ക്ലിയർ? അടുത്തിലോട്ട് നോക്കട്ടെ. ഇറ്റ് ഇസ് ഓക്കെ ടു ബി ഇൻ ബിലീഗേർഡ്. ഇൻ ബിലീഗേർഡ് പറയില്ല കാർത്തിക, കാരണം എന്താ? ഇൻ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ ആണ്, പ്രിപ്പോസിന് ശേഷം നൗൺ ആണ് വരേണ്ടത് അല്ലേ. അപ്പോൾ ഇൻ ബിലീഗേർഡ് വേണ്ട, ഇറ്റ് ഇസ് ഓക്കെ ടു ബി ബിലീഗേർഡ് മതി, ടു ബി ബിലീഗേർഡ് മതി, ഇൻ വേണ്ട. ഇൻ അപ്പോൾ എന്തിനാ വരുന്നത്? ഇൻ ഡിഫിക്കൽട്ടി, ഇൻ ട്രബിൾ എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ, ഇൻ ഡേഞ്ചർ ഒക്കെ പറയാം. അല്ലാതെ നമ്മൾ ഒരിക്കലും ബിലീഗേർഡ് എന്നുള്ളതിൻ്റെ കൂടെ ഇന്ന് കൊടുക്കത്തില്ല, അത് ഓർത്തോണം. Okay, his closet behavior was explicit. Okay, he was beleaguered in intact life. Okay, High Court alleged that appropriate action to be taken against those who violate rule. ഈ ദാറ്റും ഹൂം അങ്ങനെയുള്ള റിലേറ്റീവ് പ്രൊനൗൺ വരുന്നുണ്ടെങ്കിൽ, ഒരു സെന്റൻസിൽ വരുന്നുണ്ടെങ്കിൽ, അതിന് തൊട്ട് പോകുന്ന നൗൺ ഏതാ നോക്കി. ആ നൗണ് പ്ലൂറൽ ആണെങ്കിൽ, നൗണോ ഒബ്ജക്റ്റോ ഏതാണോ പ്രൊനൗണോ എന്താണോ കൊടുത്തേക്കുന്നത്, അത് പ്ലൂറൽ ആണെങ്കിൽ അതിനനുസരിച്ച് വേണം വേർബ് കൊടുക്കാൻ അല്ലേ. ദോസ് ഹു വയലേറ്റ്സ് അല്ല, ദോസ് ഹു വയലേറ്റ്, ദോസ് പ്ലൂറൽ ആണ്. ദിസിന്റെ പ്ലൂറൽ ആണ് ദോസ്, ദാറ്റിന്റെ പ്ലൂറൽ ആണ് ദീസ് അല്ലേ. അപ്പോൾ ദോസ് പ്ലൂറൽ ആകുമ്പോൾ വയലേറ്റ് വേണം കേട്ടോ, ശ്രദ്ധിച്ചോണേ അത്. ആരതി, ഹൈക്കോർട്ട് alleged that appropriate action to be taken against those who violate rule. After her accident, she showed resentment to her loved ones. Okay. Coda team galvanized by winning Oscar. Yes. All right. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഗാൽവനൈസ് ആരെ? ഗാൽവനൈസ്ഡ് എവ്രി വൺ, ഷോക്ക്ഡ് എവ്രി വൺ. അല്ലെങ്കിൽ കോള ടീം വാസ് ഗാൽവനൈസ്ഡ്, അല്ലെങ്കിൽ പാസിബിൾ കൊടുത്തു, അവരാകെ ഷോക്ക്ഡ് ആയി ബൈ വിന്നിങ് ഓസ്കർ. അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു, മറ്റുള്ളവരെ ഷോക്ക് ചെയ്യിപ്പിച്ചു എങ്കിൽ ഇങ്ങനെ കൊടുക്കണം. കോള ടീം ഗാൽവനൈസ്ഡ് എവ്രി വൺ ബൈ വിന്നിങ് ഓസ്കർ എന്ന് കൊടുക്കാം. Okay, after a conviction, he got 7 years of solitary confinement. Okay, she was galvanized by the sudden death of her parents. Okay, while in her work, be intact to it. Okay, be intact. അത് പറയാം, be intact. ബിയുടെ കൂടെ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം. ബി ഫോർമുലേഷൻ സ്റ്റേറ്റീവ് വേർബുകളുടെ കൂടെ നമുക്ക് ഉപയോഗിക്കാം. സോ ദാറ്റ്സ് റൈറ്റ്. ദാറ്റ് ഇൻസിഡന്റ് ഗാൽവനൈസ്ഡ് ഹെർ. യെസ്, ഷോക്ക്ഡ് ഹെർ. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ ഇഡിയംസ്, അതുപോലെ ആന്റണിംസ്, റിലേറ്റീവ് വേർഡ്സ് എല്ലാം ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇന്ന് നമുക്ക് നേരെ പോകാം നമ്മുടെ ആർട്ടിക്കിളോട്ടും അല്ലേ. ആർട്ടിക്കിളോട്ടും അതിന് മുമ്പ് 10th പ്രിലിംസിന്റെ ക്ലാസ്സുകൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. 50 days ക്രാഷ് ബാച്ച് അറിയാലോ. അപ്പോൾ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മറക്കണ്ട, ജോയിൻ ചെയ്യുക. ഒരു നല്ലൊരു എന്താ പറയുക, അപ്രോപ്രിയേറ്റഡ് ഗൈഡൻസോട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ ക്ലാസ്, ഇംഗ്ലീഷ് പ്രോ ക്ലാസ് നാളെ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. കോംപ്രഹെൻസീവ് ഇംഗ്ലീഷ് ബാച്ചാണ്. നിങ്ങൾക്കറിയാം, എല്ലാ ഇതിനും പഠിക്കാൻ വേണ്ടി കംപ്ലീറ്റ് ഇംഗ്ലീഷിൻ്റെ 75+ hours വരുന്നു. ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ക്ലാസ് പോവുക. ഓക്കെ, ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ആർട്ടിക്കിൾ. ഇന്നത്തെ ആർട്ടിക്കിൾ ഇതാണ്, ദ പവർ ഓഫ് ദ മാൻ. അപ്പോൾ ആർട്ടിക്കിളിന്റെ പേര് നോക്കിയാൽ ദ പവർ ഓഫ് ദ മാൻ, ദ റെലവൻസ് ഓഫ് മൂവീസ് ഡീലിംഗ് വിത്ത് toxic masculinity was in evidence at the Oscars. അപ്പോൾ ഓസ്കർ ഇത്തവണത്തെ ഓസ്കറിലും എല്ലാ വർഷമായിട്ട് അത് തന്നെയാണ് കാണുന്നത്. കൂടാതെ ഇത്തവണത്തെ ഓസ്കറിലും ഇപ്പൊ 94th 96th 94th 96th കണ്ടാണല്ലേ ഓസ്കർ. 94th ആണ് എൻ്റെ ഒരു വിശ്വാസം, എനിക്ക് ഓർമ്മ കൃത്യമായിട്ട് കിട്ടുന്നില്ല. എനിവേ, എനിക്ക് എന്തോ ഇതാണ്. ദ റെലവൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് മൂവീസ് ഡീലിംഗ് വിത്ത് ടോക്സിക് മസ്കുലിനിറ്റി. മസ്കുലിനിറ്റി നിങ്ങൾക്കറിയാം, മസ്കുലിൻ ആയിട്ടുള്ള മാൻ ഓറിയന്റഡ് ആയിട്ടില്ല അല്ലെ. അതിന്റെ വളരെ പോയിസണസ് ആയിട്ടുള്ള എഫക്റ്റ് എവിടെ കാണാൻ പറ്റും? വാസ് ഇൻ എവിഡൻസ്, ഈസ് റെലവെന്റ്, ഈസ് സീൻ, പ്രസന്റ്, ഈസ് കംപ്ലീറ്റ്ലി സീൻ. റെലവെന്റ് ആയിട്ട് അത് റെലവെന്റ് ആയിട്ടുള്ള എവിഡന്റ് ആയിട്ട് നമുക്ക് ഓസ്കർസിൽ കാണാൻ പറ്റും. ഓക്കെ, ഡീൽ വിത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡീൽ വിത്ത് സിറ്റുവേഷൻ അറിയാലോ, കാണാൻ പറ്റും. അത് ദാറ്റ് വിച്ച് ഡീൽസ് വിത്ത് എന്ന് പറയുമ്പോൾ ഈ മസ്കുലിനിറ്റി ഡീൽ ചെയ്യുന്ന, ടോക്സിക് മസ്കുലിനിറ്റി ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ ആണ് റെലവൻസ്. മൂവീസിൽ ഉള്ള മൂവീസ് ഈ ഓസ്കറിലെ നോമിനേഷൻസിലും വന്നിട്ടുണ്ട്, ഓസ്കർ ജേതാക്കളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഇമ്പോർട്ടൻസ് കാണാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ. അങ്ങനത്തെ ഉള്ള മൂവീസിൻ്റെ ഇമ്പോർട്ടൻസ് ഇവിടെ കാണാൻ പറ്റും. സോ ലെറ്റ് സി അതിനെപ്പറ്റി. 94th ആണല്ലേ? യെസ്, താങ്ക് യു. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ്, റെലവൻസ് ഇമ്പോർട്ടൻസ് ആണ്. റെലവൻറ്റ് ഇമ്പോർട്ടൻറ്റ് അറിയാലോ, അത് ഓർത്ത് വെച്ചോണേ. ഇനി അറിയില്ലെങ്കിൽ പറയാം, റെലവൻസ് ഇമ്പോർട്ടൻസ് ഓഫ്. യെസ്, ലെറ്റ് സി. അപ്പോൾ നമുക്ക് വായിക്കാം. എവറിത്തിങ് ഇതിനു മുമ്പ്, ദ കൺവിക്ഷൻ അലജ്ഡ് ബൈ SC വാസ് ഗാൽവനൈസ് ടു ഡിലീറ്റ്
വാസ് എ ഗാൽവനൈസ് അല്ല, വാസ് എ ഷോക്ക് ടു ദിലീപ്. കാരണം അവിടെ ഗാൽവനൈസ് ഇസ് എ വേർബ്, അതാണ് പ്രശ്നം. ഷോക്ക് വാസ് എ നൗണുമാണ്, വേർബുമാണ്. അതാണ് കേട്ടോ ടിൻസി, അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നോക്കട്ടെ, എവറിത്തിങ് ഫ്രം ദ പവർ ഓഫ് ദ ഡോഗ് വിന്നിങ് ഓൺലി, വരട്ടെ, ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? സൈഡിലോട്ട് മാറാം. എവറിത്തിങ് ഫ്രം ദ പവർ ഓഫ് ദ ഡോഗ് വിന്നിങ് ഓൺലി വൺ ഓഫ് ഇറ്റ്സ് 12 നോമിനേഷൻസ്, സൈലന്റ് അപ്ലോസ് ആൻഡ് സ്റ്റാൻഡിംഗ് ഒവേഷൻ ഫോർ ട്രോയ് കസ്റ്റേഴ്സ്, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ, a win in Coda was swept off the table in the face of Will Smith's altercation with Chris Rock. Smith, who went on to win the Best Actor award for his role as Richard Williams in King Richard, slapped Rock when the actor and comedian made a joke about Smith's wife Jada Pinkett Smith's hair loss. അപ്പോൾ ഇതാണ് കാര്യം. എവറിത്തിങ് ഫ്രം എവിടുന്ന് തുടങ്ങുന്ന എല്ലാം എവിടുന്ന് വെച്ചാൽ നമ്മുടെ പവർ ഓഫ് ദ ഡോഗ് എന്ന മൂവി വിന്നിങ് ഓൺലി വൺ ഓഫ് ഇറ്റ്സ് 12 നോമിനേഷൻ, 12 നോമിനേഷൻസിൽ ഒന്ന് വിൻ ചെയ്തു. അതിനൊരു സൈലന്റ് അപ്ലോസ് കിട്ടി ആൻഡ് സ്റ്റാൻഡിംഗ് ഒവേഷൻ കിട്ടി. ട്രോയ് കസ്റ്ററിന്റെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറാണ്. അത് വിൻ ഓവർ ചെയ്ത് എവിടെയാണ്? അതിനുശേഷം നമുക്ക് കോടയിൽ കാണാൻ പറ്റും. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് കോടയ്ക്ക്. അത് എല്ലാ എന്താ പറയുക, എല്ലാ കോമ്പറ്റീറ്റേഴ്സിനും സ്വെപ്റ്റ് ടോപ്പ് ചെയ്തിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ആരുടെ ഇതിലോട്ടാണ് കിട്ടിയത്? ശരിക്കും പറഞ്ഞാൽ വിൽ സ്മിത്തിന്റെ ആർഗ്യുമെന്റ് വിത്ത്, അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് വിത്ത് ക്രിസ് റോക്കിന്റെ. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഇത്രേ ഉള്ളൂ. സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽ സ്മിത്തിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം. ഈ ഇടയ്ക്ക് ഇറങ്ങിയ റിച്ചർഡ് വില്യംസ് എന്ന മൂവി, നമ്മുടെ സെറിന വില്യംസിനെ പറ്റിയുള്ള രണ്ടുപേരുണ്ട് കേട്ടോ. വീനസ് ആൻഡ് സെറിന വില്യംസിന്റെ അച്ഛൻ ക്യാരക്ടറിൽ അഭിനയിച്ച റിച്ചർഡ് വില്യംസ്, അടിപൊളി മൂവിയാണ്, കണ്ടുനോക്കുക കണ്ടിട്ടില്ലാത്തവര്. കിങ് റിച്ചർഡിലെ അഭിനയം, റിച്ചർഡ് വില്യംസ് എന്ന ക്യാരക്ടറായിട്ട് അഭിനയിച്ച ഇതിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് അല്ലേ. ഹി വാസ് ഗോയിങ് ഓൺ അല്ലേ, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് അങ്ങേരെ എന്ത് ചെയ്തു? സ്ലാപ്പ് ചെയ്തു. നമ്മുടെ അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാം, ക്രിസ് റോക്കിനെ സ്ലാപ്പ് ചെയ്തു. ബിക്കോസ് അങ്ങേരെ ഒരു കോമഡി, നോർമലി നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇവരെല്ലാവരും ഉള്ള സ്വഭാവമാണ്. ഹിന്ദി അവാർഡ് ഷോസിൽ നിങ്ങൾ കണ്ടു, മലയാളത്തിൽ അത്ര കാണാറില്ല. വളരെ വളരെ എന്താ പറയുക, വളരെ ഓപ്പൺ ആയിട്ടുള്ള കോമഡി അവർ അടിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വിൽ സ്മിത്തിന്റെ വൈഫായ ജെയ്ഡ പിങ്കറ്റിനെ സ്മിത്തിനെ പറ്റി, അവരുടെ ഹെയർ ലോസിനെ പറ്റി, അവരുടെ മുടി ഇപ്പോൾ ഭയങ്കര ബോൾഡ് ഹെഡ് ആണ് പുള്ളിക്കാരി. അപ്പോൾ അതിനെ പറ്റി ഒരു ഇത് പറഞ്ഞു. അപ്പോൾ ഹി സ്ലാപ്ഡ്. അപ്പോൾ അങ്ങനെ അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. സോ ഓസ്കർ വേദിയിൽ വെച്ചിട്ട് ദ ന്യൂ വെസ്റ്റേൺ, അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിലോട്ട് പോകണ്ടല്ലോ. സോ ദ ന്യൂ വെസ്റ്റേൺ, ദ പവർ ഓഫ് ഡോഗ്, ബേസ്ഡ് ഓൺ തോമസ് സാവേജസ് എപ്പോണിമസ് നോവൽ, apart from other things, deals with toxic masculinity, which is what the Smith-Rock confrontation was at one level. In other Oscar news, the heartwarming coming-of-age story Coda, directed by Sean Heder, won all 3 awards it was nominated for. Denis Villeneuve's exquisite adaptation of Frank Herbert's science fiction classic Dune won the maximum awards. Of the 10 nominations, Dune Part 1, as it is titled on screen, won 6. The Golden Man went to Hans Zimmer's score, sound, background ഒക്കെ. അപ്പോൾ അടുത്ത മൂവി ദ പവർ ഓഫ് ദ ഡോഗ് അല്ലെ, അതിനെപ്പറ്റി ഇവിടെ പറഞ്ഞത്. പവർ ഓഫ് ദ ഡോഗ് ശരിക്കും ബേസ് ചെയ്തേക്കുന്ന തോമസ് സാവേജിന്റെ ഒരു എപ്പോണമസ് നോവലാണ്, അങ്ങയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു നോവലാണ്. അതിന്റെ മൂവിയാണ് ഈ പറഞ്ഞ ദ പവർ ഓഫ് ദ ഡോഗ് എന്ന് പറഞ്ഞ മൂവി. അപ്പം മറ്റുള്ള കാര്യത്തിൽ നിന്നും, ഈ ടോക്സിക് മസ്കുലിറ്റീസിൽ നിന്നൊക്കെ അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഈ മൂവി ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്മിത്ത് റോക്കിന്റെ കൺഫ്രണ്ടേഷന്റെ വേറൊരു ലെവലിൽ നിൽക്കുന്ന ഒരു കാര്യം. പിന്നെ അത് ഓസ്കർ നോസ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യത്തിച്ചുള്ളൂ. കോട പറഞ്ഞല്ലോ, കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറിയാണ് അത്. ശരിക്കും പറഞ്ഞാൽ അതൊരു പെൺകുട്ടിയുടെ അച്ഛൻ, അമ്മ, ഫാമിലി എല്ലാത്തിനെ പറ്റി നല്ലൊരു മൂവിയാണ്. ഡെഫ് ആൻഡ് ഡം ആൾക്കാരെ പറ്റിയാണ്. സോ അടിപൊളി മൂവിയാണ് അത്. എല്ലാം തൂത്തുവാരി നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്തൊരു അഡപ്റ്റേഷൻ എന്ന് പറഞ്ഞ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഡപ്റ്റേഷൻ പറഞ്ഞാൽ ഫ്രാങ്ക് ഹെർബർട്ടിന്റെ സയൻസ് ഫിക്ഷൻ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡ്യൂൺ അല്ലേ. ഡ്യൂണിൽ നല്ല എല്ലാ അടിപൊളി ക്യാരക്ടേഴ്സാണ്. ഡ്യൂണിലാണ് അടുത്ത ഈ പറയുന്ന പോലെ നോമിനേഷൻസ് കിട്ടിയിരുന്നു. 10 നോമിനേഷൻസിൽ 6 അവർ വിൻ ചെയ്തിരുന്നു കേട്ടോ. ഓൺ സ്ക്രീൻ ടൈറ്റിൽ ഫസ്റ്റ് പാർട്ടായിട്ടാണ് വന്നേക്കുന്നത്, ഇനിയും പാട്ടുണ്ടാവും അല്ലേ. സോ ഗോൾഡൻ മാൻ കിട്ടിയിരിക്കുന്ന അവാർഡ് വെൻ ടു ഹാൻസ് ജിമോസ് സ്കോർ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞല്ലേ, സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് എഡിറ്റിംഗ്, വിഷ്വൽ എഫക്ട്സ്, സിനിമറ്റോഗ്രാഫി ആൻഡ് പ്രൊഡക്ഷൻ ഡിസൈൻ, അതിനാണ് കിട്ടിയേക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് ലെറ്റ് സി. ഇറ്റ്സ് ഓൾ അബൌട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഇന്ന് ലാംഗ്വേജിനേക്കാളും കൂടുതൽ കണ്ടന്റ് ആണ്. നിങ്ങൾക്ക് CA and GA ആണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് കിട്ടുന്നത് കേട്ടോ. ഡ്രൈവ് എ കാർ ഫ്രം ജപ്പാൻ, co-written and directed by Yusuke Hamanjuchi, had 4 nominations, which it won ahead of Paolo Sorrentino's intensely personal The Hand of God from Italy and Bhutan's Lunana, A Yak in the Classroom. Smith's fellow nominees for the Best Actor included Benedict Cumberbatch
as the closeted, conflicted rancher in The Power of the Dog. Javier Bardem's eye-popping turn as Desi Arnaz in Aaron Sorkin's being the പറയാതിലോട്ട്. അപ്പോൾ അടുത്ത നോമിനേഷൻസ് ആൻഡ് അടുത്ത അവാർഡ്സ് ഒക്കെ നമുക്ക് പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ടതാണെങ്കിൽ ജപ്പാനിൽ നിന്ന് ഡ്രൈവ് മൈ കാർ എന്ന മൂവി കോ-റിട്ടേൺ ചെയ്തേക്കുന്നതും ഡയറക്ട് ചെയ്തേക്കുന്നതും റിയുസുക്കെ ഹമാഗുച്ചിയാണ്. അത് 4 നോമിനേഷൻ വന്നു. അതിൽ ഇറ്റ് വൺ ഹെഡ് ഓഫ് പൗലോ, അത് ജയിക്കുകയും ചെയ്തു. ആരുടെ ഹെഡായിട്ടാണ്? പൗലോ സൊറന്റിനോടെ ഇന്റൻസ്ലി പേഴ്സണൽ ആയിട്ടുള്ള, വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇതായിരുന്നു ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന മൂവി. ഇറ്റാലിയൻ മൂവിയാണ്. ആൻഡ് ഭൂട്ടാനിൽ നിന്നുള്ള ലുനാന എന്ന മൂവി, ലുനാന യാക്ക് ഇൻ ദ ക്ലാസ് റൂം എന്ന മൂവിയിൽ നിന്ന് വിൻ ചെയ്തു. ഡ്രൈവ് മൈ കാർ, ജപ്പാൻ മൂവി, ജാപ്പനീസ് മൂവി. ഓക്കെ, യെസ്. അടുത്തത് സ്മിത്തിന്റെ മറ്റ് നോമിനീസ്, ബെസ്റ്റ് ആക്ടർ നോമിനീസിൽ മറ്റ് ആൾക്കാർ ഇതായിരുന്നു. വിൽ സ്മിത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കോമ്പറ്റീറ്റേഴ്സ് ഇതാണ്. ബെനഡിക്ട് കംബർബാച്ച്, അങ്ങേരുടെ ക്ലോസറ്റ് ആയിട്ടുള്ള, വളരെ ഹിഡൻ ആയിട്ടുള്ള, കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ള, അത് മൊത്തം വളരെ ഇന്റേണൽ കൺഫ്യൂഷൻസും കോൺഫ്ലിക്ട്സും ഒക്കെ അടങ്ങിയ ഒരു ക്യാരക്ടർ, ഒരു റാഞ്ചറിന്റെ ക്യാരക്ടറിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബെനഡിക്ട് കംബർബാച്ചിന്റെ ക്യാരക്ടർ. ദ പവർ ഓഫ് ദ ഡോഗ് എന്ന മൂവിയിലെ ക്യാരക്ടറിനായിരുന്നു നോമിനേഷൻ കിട്ടിയത്. അടുത്ത ജോവിയർ ബേർഡമിന്റെ ഐ പോപ്പിംഗ് ആയിട്ടുള്ള ഡെസി അർണസ് എന്ന ക്യാരക്ടർ ഇൻ ആരൺ ഷോക്കിൻസിന്റെ ബീങ് ദി റിക്കാർഡോസ് എന്ന മൂവി. പിന്നെ അടുത്ത ഒരു നോമിനേഷൻ വന്ന് ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെയാണ്. നിങ്ങൾ കണ്ടായിരിക്കും, ജോനാഥൻ ലാസന്റെ മൂവിയാണ്. ജോനാഥൻ ലാൻസന്റെ ക്യാരക്ടറാണ് ആൻഡ്രൂ ഗാർഫീൽഡ് അവതരിപ്പിച്ചിരിക്കുന്ന മൂവി ഇൻ ലിൻ മാനുവൽ മിറാൻഡസ് ബയോഗ്രഫിക്കൽ മ്യൂസിക്കൽ ടിക് ടിക് ബൂം. കണ്ടോ, ടിക് ടിക് ബൂം അബൌട്ട് നമ്മുടെ പാട്ട് മ്യൂസിക്കലാണത്. അപ്പോൾ ഗാർഫീൽഡിന്റെ ക്യാരക്ടറും നോമിനേഷനിൽ വന്നിരുന്നു. ആൻഡ് ഡാൻസൽ വാഷിംഗ്ടൺ ആസ് മാക്ബത്ത് ഇൻ ജോയൽ കോയൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടേക്ക് ഓൺ ദി ട്രാജഡി ഓഫ് മാക്ബത്ത്. ട്രാജഡി ഓഫ് മാക്ബത്ത് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി വന്നിട്ടുണ്ട്. അതിലെ ജോയൽ കോൺസണും ജോയൽ കോൺസൺ അല്ല, ഡെൻസൽ വാഷിംഗ്ടണും ഇതുപോലത്തെ ഒരു ഫെലോ കോമ്പീറ്റന്റ് ആയിരുന്നു. അപ്പോൾ ആൻഡ്രൂ ഗാർഫീൽഡ് ഉണ്ട്. ഇതൊക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആര് കിട്ടിയെന്നുള്ള എക്സ്പെൻസ്, എന്നാലും നിങ്ങൾ പഠിച്ചു വെച്ചു, HD നിങ്ങൾക്ക് പഠിച്ചു നോക്കണം. അടുത്ത നെക്സ്റ്റ് കാറ്റഗറിയിലോട്ട് പോകാം. ജെസിക്ക ചസ്റ്റെയിൻസ് win in the best actress category, win in the best, she win ചെയ്തിരുന്നു. Eyes of the Tammy Faye, the Eyes of the Tammy Faye എന്ന് പറഞ്ഞാൽ അതിൽ പുള്ളിക്കാരി ഈസ് an entirely different character. കണ്ടാൽ തന്നെ ടാമി ഫേ അവതരിപ്പിക്കണം, വളരെ വളരെ അടിപൊളിയായിട്ടൊരു ക്യാരക്ടറാണ് പുള്ളിക്കാരി ചെയ്തേക്കുന്നത്. ഇതിൽ ഐസ് ഓഫ് ദ ടാമി ഫേയിൽ ജെസിക്ക ചാസ്റ്റൈൻ ആണ് ഫീമെയിൽ റോളിൽ ആക്ടറിന് കിട്ടിയത്, ബെസ്റ്റ് ആക്ടർ കിട്ടിയേക്കുന്നത് അല്ലേ. അപ്പോൾ സ്റ്റിഫ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ബിക്കോസ് ഒലിവിയ കോൾമാൻ ഉണ്ടായിരുന്നു, മാഗി ഗിൻലൻഡിന്റെ ദ ലോസ്റ്റ് ഡോട്ടറിന്റെ അകത്തെ ക്യാരക്ടർ ഉണ്ടായിരുന്നു, ആ മൂവി ഉണ്ടായിരുന്നു, ആ മൂവിയിലെ ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്റ്റ്യൻ സ്റ്റുവർട്ടിന്റെ ലേഡി ഡയാന ക്യാരക്ടർ, സ്പെൻസർ എന്ന മൂവിയിലെ പുള്ളിക്കാരുടെ ക്യാരക്ടർ വാസ് അമേസിങ്, അതും അടിപൊളിയായിരുന്നു. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിന്റെ ഇടയിലാണ് നമ്മുടെ ജെസിക്ക ചസ്റ്റൈന് ഈ ബെസ്റ്റ് ആക്ടർ അവാർഡ് ഫീമെയിൽ റോളിൽ കിട്ടിയത്, ലീഡിംഗ് ഫീമെയിൽ റോൾ. ആൻഡ് സപ്പോർട്ടിംഗ് ആക്ട്രസ് കാറ്റഗറിയിൽ എടുക്കുകയാണെങ്കിൽ വാസ് ഓൾസോ ക്ലോസ്ലി ഫോർട്ട് വിത്ത് അരിയാന ഡിബോസ് ഫ്രം വെസ്റ്റ് സൈഡ് സ്റ്റോറി. വെസ്റ്റ് സൈഡ് സ്റ്റോറി ഇടയ്ക്ക് ഇറങ്ങിയ 2022 മൂവിയാണ്. വെസ്റ്റ് സൈഡ് സ്റ്റോറിയിൽ വിന്നിംഗ് അഗൻസ്റ്റ് ജെസി ബർക്ക്ലി, ദ ലോസ്റ്റ് ഡോട്ടർ, ആൻഡ് അതുപോലെ തന്നെ ജൂഡി ഡെൻച്ചിന്റെ ബെൽഫാസ്റ്റ്, ആൻഡ് ക്രിസ്റ്റൻ ഡൺസ്റ്റ് ദ പവർ ഓഫ് ദ ഡോഗ് ഫീമെയിൽ സപ്പോർട്ടിംഗ് ആക്ട്രസ് റോള്, ആൻഡ് അഞ്ജുൻ എലിസ് കിങ് റിച്ചർഡിന്റെ അകത്ത് വൈഫ് ക്യാരക്ടർ അല്ലേ. സോ the Paul Thomas Anderson delightfully comforting Licorice Pizza was yet another coming of age film with a strong presence at the nomination stage but did not win. നോമിനേഷൻ നല്ലൊരു സ്ട്രോങ് പ്രസൻസ് ഉണ്ടായിരുന്നു ലിക്കോഴ്സ് പിസ്സ എന്ന മൂവിക്ക്. കമ്മിങ് ഓഫ് ഏജ് മൂവി തന്നെയാണ്, പക്ഷെ വിൻ ചെയ്യാൻ പറ്റിയില്ല അതിന്. And while Jane champions Best Director win for The Power of the Dog follows Chloe Zhao's win last year of Nomadland, making her the second woman to win in as many years. The Smith Rock spat proves that, ഇവിടെയാണ് നമ്മുടെ സ്പാറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത്, ആർഗ്യുമെന്റ്, അവർ ഡിസ്പ്യൂട്ട്, proves that there are miles to go before the show business could come of age. Bad jokes like bad cinema are best ignored and not put down with violence. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ഓസ്കറിന്റെ ഇത് കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഓസ്കറിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു മസ്കുലിനിറ്റി കാണിക്കുന്ന ഒരു ഇതിലോട്ടാണ്. ഇനിയും വളരാനിരിക്കുന്നു നമ്മൾ എന്നുള്ള, അതായത് മൂവി എന്ന് പറയുന്ന കാര്യം, ഈ സിനിമ ഫീൽഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷോ ബിസിനസ് എന്ന് പറയുന്നത് ഇനിയും പ്രായപൂർത്തി, കം ഓഫ് ഏജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ബിക്കം അഡൾട്ട്ഹുഡ് അല്ലെ, ബിക്കം അഡൾട്ട് ആവാനുള്ള അല്ലെങ്കിൽ പ്രായപൂർത്തിയാവുക എന്നാണല്ലോ അർത്ഥം. ബിക്കം അഡൾട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇനിയും മെച്യൂരിറ്റി എത്താനിരിക്കുന്നു, ബിക്കം അഡൾട്ട് ഓർ ബിക്കം മെച്യൂർ ആവാൻ കുറെ കാലം എടുക്കും, ഇനിയും ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ ബാഡ് ജോക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാഡ് മൂവീസ് പോലെ ബാഡ് ജോക്സും ശരിക്കും പറഞ്ഞാൽ ഇഗ്നോർ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ അത് ഇറ്റ് മസ്റ്റ് നോട്ട് പുട്ട് ഡൗൺ വിത്ത് വയലൻസ്. അത് ശരിക്കും പറഞ്ഞാൽ അത് വയലൻസ് വെച്ചിട്ടല്ല നമ്മളതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ഓതർ പറഞ്ഞത്. ഇറ്റ്സ് അനലിറ്റിക്കൽ ആണ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് അനലിറ്റിക്കൽ ബിക്കോസ് നമ്മൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ഇൻഫർമേറ്റീവ് അല്ലേ, ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള എന്ന അനലിറ്റിക്കൽ ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. നത്തിങ് മോർ അല്ലേ, കൂടുതലൊന്നുമില്ല. ഇത് കംപ്ലീറ്റ്ലി ഗ്രാമർ ബേസ്ഡ് അല്ല, ഇന്ന് ഗ്രാമർ ബേസ്ഡും അല്ല, ഇന്ന് വൊക്കാബ് ബേസ്ഡും അല്ല, ഇന്ന് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് കണ്ടന്റ് ബേസ്ഡ് സാധനമാണ്, ആർട്ടിക്കിളാണ് കിട്ടിയത്. കംപ്ലീറ്റ്ലി അവാർഡ്സിനെ പറ്റിയാണ് ഒന്ന് നോക്കി വെച്ചോണം എല്ലാവരും. ബിക്കോസ് ഓസ്കർ എല്ലാ അവാർഡ്സും കഴിഞ്ഞ ESIC എക്സാംസിന് വന്ന പത്മ അവാർഡ്സ് ചോദിച്ച പോലെ ഇനിയുള്ള എക്സാംസിൽ GAയിൽ ഓസ്കർ അവാർഡ്സ് ഉറപ്പായിട്ടും ചോദിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കാറ്റഗറി ആണ്. അവാർഡ്സ് വളരെ ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി ഓഫ് GA ആണ്, ഓർത്ത് വെച്ചോളാം, കറണ്ട് അഫയേഴ്സിൽ പെടുന്നതാണ്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് റിജിൻ സാർ എന്തായാലും കൈകാര്യം ചെയ്തോളും. എനിവേ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം മറക്കണ്ട അല്ലേ. യെസ് ഓൾ റൈറ്റ്. ഹായ് അക്ഷയ്, അടിപൊളി. അപ്പം നമുക്ക് നമ്മുടെ സ്പോട്ട് ദറിലോട്ട് പോകാമല്ലോ. ക്ലിയർ ആണല്ലോ, സ്പോട്ട് ദറിലോട്ട് പോകും. സോ ഇന്നലത്തെ സ്പോട്ട് ദർ ക്വസ്റ്റൻ ഇതായിരുന്നു. ദ ക്രിട്ടിക്കാലിറ്റി ഓഫ് UP ഇൻ ഇറ്റ്സ് നാഷണൽ പ്ലാൻ കനോട്ട് ബി ഓവർ സ്റ്റേറ്റഡ്. ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് 20% ഓഫ് ദ പാർട്ടീസ് കറന്റ് സ്ട്രെങ്ത് ഇൻ ദ ലോക്സഭ. ഇത് എറർ എന്ന് പറഞ്ഞു എല്ലാവരും. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട കേട്ടോ. ഷോ മീ സം ലവ് പീപ്പിൾ, ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. ഓക്കെ, പറഞ്ഞോളൂ എന്താണ് ഇവിടുത്തെ എറർ. യെസ്, 1961 മ്യൂസിക്കൽ. ഓക്കെ, ഡീപ്പായിട്ട് ഓക്കെ, അത്രയ്ക്കൊന്നും എനിക്കറിയില്ല കേട്ടോ, അത്രയ്ക്ക് ഡീപ്പായിട്ട് ഞാൻ അതിനെപ്പറ്റി നോക്കിയിട്ടില്ല. എനിവേ ഗുഡ്. ഓക്കെ, ജോൽ കോയിൻ്റെ ഫസ്റ്റ് മൂവി ആണല്ലേ, ഗീതൻ കോൻ ഇല്ലാതെ. ഓക്കെ, ഓൾ റൈറ്റ്, പറഞ്ഞോളൂ. ദ ക്രിട്ടിക്കാലിറ്റി ഓഫ് UP ഇൻ ഇറ്റ്സ് നാഷണൽ പ്ലാൻ കനോട്ട് ബി ഓവർസ്റ്റേറ്റഡ്. It contributes 20% of the party's current strength in the Lok Sabha. ഓക്കെ, ഏതാണ്? സിമ്പിളാണ്, ഇന്നത്തെ എറർ വളരെ സിമ്പിളാണ്. ഇവിടുത്തെ പ്രശ്നം എന്താ? ദ ക്രിട്ടിക്കാലിറ്റി സബ്ജക്ട് ചെയ്ത ക്രിട്ടിക്കാലിറ്റി ഓഫ് യുപിയുടെ ക്രിട്ടിക്കാലിറ്റി ഇൻ അതിൻ്റെ നാഷണൽ പ്ലാൻ cannot be overstated. Its national plan cannot be overstated. It contributes, overstate ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അത് 20% ഓഫ് ദ പാർട്ടീസ് കറന്റ് സ്ട്രെങ്ത് ഇൻ ലോക്സഭ അതിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലേ എന്നാണ്. സോ സെയിം കാര്യത്തിൽ അതിലൊന്നും എറർ ഇല്ല. ഇവിടുത്തെ എറർ എവിടെയാ? ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലേ, ഇറ്റ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യം, തമ്മി മാറിപ്പോകും. ഇറ്റ്സ് അതിൻ്റെ എന്നുള്ളതാണെങ്കിൽ ഇതാണ് നമ്മുടെ പൊസസീവ് അഡ്ജക്റ്റീവ് ആയ ഇറ്റ്സ്, അപ്പസ്ട്രോഫി ഇല്ലാത്ത ആള്, അതാണ് ഇറ്റ്സ്. ആ ഇറ്റ്സ് ആണ് ഇവിടെ വേണ്ട. പിന്നെ ഈ ഇറ്റ്സ് ഉണ്ട്, ഈറ്റ്സ് ഇല്ലായ്മയൊന്നുമില്ല, ഈറ്റ്സ് ഉണ്ട്. പക്ഷേ ഈറ്റ്സിന് 3 മീനിങ് ഉണ്ട്. ഇറ്റ്സ് കൺട്രാക്റ്റഡ് ഫോം ആണ്. എന്തിന്റെ കൺട്രാക്റ്റഡ് ഫോമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എന്ന് വരാം, ഇറ്റ് വാസ് ആകാം, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ആകാം. ഇറ്റ് ഈസും ഇറ്റ് വാസും കണ്ടുപിടിക്കാൻ ഇച്ചിരി കഷ്ടപ്പാട്, പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ നോക്കി വേണം. പക്ഷേ ഇറ്റ് ഹാസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ബിക്കോസ് അതിനുശേഷം വരുന്ന എപ്പോഴും എന്തായിരിക്കും? V3 ഫോർമുലേഷൻ ആയിരിക്കും അല്ലേ, V3 ഫോർമുലേഷൻ ആയിരിക്കും. അത് ഓർത്താൽ മതി. ഓക്കെ, ഇറ്റ് ഹാസ് ആണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഗോൾഡൻ മാൻ എന്നാണല്ലോ കൊടുത്തേക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് ആർട്ടിക്കിൾ എങ്ങനെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അക്ഷയ് ആർട്ടിക്കിൾ അതാണ് കൊടുത്തേക്കുന്നത്, നോക്കട്ടെ. ഗോൾഡൻ മാൻ ആണ് കൊടുത്തേക്കുന്നത്. ചെറിയ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഓക്കെ, ഓക്കെ, അങ്ങനെയാ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ സ്പോട്ട് ദർ ക്വസ്റ്റൻ നോക്കിക്കോ. ദ ക്രൈസിസ് ഇസ് സോ ഡീപ് ടു ഈവൻ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആർ റിപ്പോർട്ടഡ്ലി നോട്ട് പെയ്ഡ് their salaries on time. Okay, the crisis is so deep to even government officials are reportedly not paid their salaries on time. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. നോക്കിക്കോണേ, എന്നിട്ട് ഇതിന്റെ ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരാം, മറക്കരുത് കേട്ടോ. The crisis is so deep to even government officials are reportedly not paid their salaries on time. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക, ആൻസർ എനിക്ക് കോമന്റ് സെക്ഷനിൽ തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാങ്ക് ഫൗണ്ടേഷൻ, നമ്മുടെ ബാങ്കിങ്ങിന് വേണ്ടിയുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ലൈവിൽ വരാറുണ്ട്, അല്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോസ് കാണാറുണ്ട്. ബാങ്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സ് തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. യെസ്, അപ്പോൾ നമ്മുടെ പ്രോമിസ് പോലെ തന്നെ ബാങ്കിന്റെ കോഴ്സ് വരാനുള്ള ഒരു യജ്ഞ ഫൗണ്ടേഷൻ കോഴ്സാണ് ബാങ്കിങ്ങിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിപ്പിക്കും. ഫൗണ്ടേഷൻ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഞങ്ങൾ 5 പേരാണ്. റീമ മിസ്, കാവ്യ മിസ്,
നമ്മുടെ ഗ്രീഷ്മ മിസ്, സുബിൻ സാർ, ഞാൻ, അങ്ങനെ 5 പേരുടെ കൂടിയുള്ള ക്ലാസ്സാണ്. 5 മണി മുതൽ 6:30 വരെ ഒരു സെഷനും 7:30 മുതൽ 9 മണി വരെ ഒരു സെഷനാണ്. പിന്നെ 11 മണി മുതൽ 12:30 രാവിലത്തെ ആ സെഷന് 3 ആണ്. ഏപ്രിൽ 26 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 3 ക്ലാസ്സുകൾ, 1.5 മണിക്കൂറിന് 3 ക്ലാസ്സുകൾ. ഏപ്രിൽ 26 നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ബാങ്കിങ് കോഴ്സിന്റെ പ്രത്യേകത. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ ക്ലാസ്സുകൾ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനിയും ഡിഗ്രി ലെവൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനില്ലെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മുടെ 6 മാസത്തെ കോഴ്സാണ്. നിങ്ങൾക്ക് സമയമുണ്ട് പഠിക്കാൻ, റിവൈസ് ചെയ്യാനൊക്കെ ഒരുപാട് സമയമുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകണം. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇരുന്ന് പഠിച്ചാൽ ഡിഗ്രി ലെവലിൽ നിങ്ങൾക്ക് പാസ് ആവാൻ പറ്റില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകണം. 2 ക്ലാസ്സുകൾ, ആഴ്ചയിൽ 4 ദിവസമേ ക്ലാസ് ഉള്ളൂ. 2 ക്ലാസ്സാണ് ഉള്ള ദിവസം ഉള്ളത്. 6 മണി മുതൽ 7:30 വരെയും 8:30 മുതൽ 10 മണി വരെ. ഓക്കെ, മറക്കണ്ട, ജോയിൻ ചെയ്യുന്നവരെ മറക്കണ്ട. എൻ്റെ കോഡ് ഓർത്തോ, Y314. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. KPSC ഷോർട്ട് സെലക്ഷൻ ആണ് നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ പേര്. അപ്പോൾ താങ്ക് യു സോ മച്ച് എവരിവൺ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട് ആൻഡ് യുവർ ലവ്. താങ്ക് യു സോ മച്ച്. ലൈവിൽ വന്ന എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ റെക്കോർഡ് കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറക്കരുത്. അതുപോലെ തന്നെ കോമെന്റ് സെക്ഷനിൽ നിങ്ങളുടെ ആൻസേഴ്സ് തരിക. സജഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ പുട്ട് ഫോർവേഡ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കോമെന്റ് സെക്ഷൻ തന്നെ നമ്മുടെ PDF കിട്ടും. ഡൗൺലോഡ് ചെയ്തെടുക്കുക, പഠിക്കുക. അതുപോലെ തന്നെ ഷെയർ ഇറ്റ് ആസ് മെനി ആസ് പോസിബിൾ, മറ്റുള്ളവരോട്ടൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാം. അതുപോലെ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. മോക്ക് ടെസ്റ്റുകൾ, ഫ്രീ ക്വിസസ്, എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. മോക്ക് ടെസ്റ്റും ക്വിസസും അറ്റൻഡ് ചെയ്ത് നിങ്ങൾ പഠിക്കാം. റിഡീം ചെയ്യാൻ പോയിന്റ്സ്. പിന്നെ നിങ്ങൾക്ക് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ പൈസ കിട്ടും. അതിന് അടുത്ത കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏതൊരു എക്സാം നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം ആയിക്കോട്ടെ, എക്സാംസിന്റെ എന്ത് കാര്യത്തെ പറ്റിയുള്ള സഡൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആപ്പ് വഴി കിട്ടും. ഓക്കെ, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊരു ആപ്പാണ്. സോ മറക്കണ്ട. സോ താങ്ക് യു സോ മച്ച് എവറി വൺ. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. പിന്നെയും പറയുന്ന പോലെ നാളെ കാണാം. ഇനിയും രാവിലെ 9 മണിക്ക് ഇതേ സമയം. താങ്ക് യു സോ മച്ച്. ഓക്കെ, സെക്കൻഡ് എഡിറ്റോറിയലിന്റെ ടൈപ്പ് ആണ് ഇവിടെ പറഞ്ഞു കൊടുക്കാമോ? അനാലിറ്റിക്കൽ ആണോ എങ്ങനെ? ഓക്കെ ടെൻസി, അടുത്തത് എങ്ങനെയാണോ ജസ്റ്റ് പറഞ്ഞു വിടാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചെയ്യാം കേട്ടോ. Okay, Nancy, point noted. Thank you so much. Take care, everyone. Enjoy the day. Be happy. Bye-bye.